ഡിസംബർ ആദ്യ ആഴ്ച കളർകോട് വാഹനാപകടം. പൊലിഞ്ഞ ജീവനുകളുടെ എണ്ണം 6. 4 ദിവസം മുൻപ് പാലക്കാട് പനയമ്പാടത്ത് വാഹനാപകടം. പൊലിഞ്ഞത് 8ാം ക്ലാസ് വിദ്യാർത്ഥിനികളായ 4 കുഞ്ഞുങ്ങളുടെ ജീവൻ. ഇന്നലെ പത്തനംതിട്ടയിൽ കുടുംബാംഗങ്ങളായ 4 പേർ. ഇത് ഡിസംബറിലെ മാത്രം കണക്കാണ്. 2 മാസം മുൻപ് പാലക്കാട് കോങ്ങാടടക്കം നഷ്ടപ്പെട്ട ജീവനുകൾ ഈ കണക്കിൽ ഇനിയുമേറെയുണ്ട്. നമ്മുടെ നാട്ടിൽ റോഡ് അപകടങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചു വരുന്നത് എന്തുകൊണ്ടാണ്? ശാസ്ത്രീയ മാർഗങ്ങൾ കൂടുതൽ അവലംബിച്ചും ബോധവൽക്കരണം ത്വരിതഗതിയിലാക്കിയും ഈ പ്രശ്നം പിടിച്ചുകെട്ടാൻ കൂടുതൽ ശ്രമങ്ങൾ നടക്കുന്ന ഘട്ടമാണ്, പ്രത്യേകിച്ച് സർക്കാർ തലത്തിൽ. ഇങ്ങനെ തിരക്കിട്ട ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ ഈ വിഷയം ഇന്ന് ഈവനിംഗ് ഡിബേറ്റിലും സമഗ്രമായി പരിശോധിക്കുകയാണ്. ഒപ്പം വയനാട്ടിൽ ആദിവാസി യുവാവിന് നേരെ നടന്ന കൊടും ക്രൂരതയുടെ നടുക്കുന്ന വാർത്തയും ഈവനിംഗ് ഡിബേറ്റ് പരിശോധിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും ഈവനിംഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. ആദ്യത്തെ വാർത്തയിലേക്ക് നമ്മൾ കടക്കുകയാണ്. തുടർച്ചയായ റോഡ് അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ മോട്ടോർ വാഹന വകുപ്പിന്റെയും പോലീസിന്റെയും സംയുക്ത യോഗം ഇന്ന് ചേരും. ക്രമസമാധാന ചുമതലയുള്ള ADGPയും ഗതാഗത കമ്മീഷണറും ജില്ലാ പോലീസ് മേധാവിമാരുമായി ചർച്ച നടത്തും. ചൊവ്വാഴ്ച ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പങ്കെടുക്കുന്ന യോഗം ഗതാഗത മന്ത്രിയും വിളിച്ചിട്ടുണ്ട്. റോഡിൽ സംയുക്ത പരിശോധന നടത്തുന്നതടക്കമുള്ള കാര്യങ്ങൾ ആലോചിക്കും. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് തടയാൻ കർശന പരിശോധന നടത്താനും ഈ യോഗത്തിൽ തീരുമാനം കൈക്കൊള്ളുമെന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്ന കാര്യം. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി നൃപൻ ചക്രവർത്തി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും ആദ്യം ഈവനിംഗ് ഡിബേറ്റിൽ ചേരുന്നുണ്ട്. നൃപൻ, 2 പ്രധാനപ്പെട്ട യോഗങ്ങളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അടിയന്തരമായി നടക്കാനിരിക്കുന്നത്. നിരവധി കാര്യങ്ങൾ ഈ യോഗങ്ങളിൽ ചർച്ച ചെയ്യാനുണ്ട്. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കണക്കുകൾ പോലെ തന്നെ കഴിഞ്ഞ മാസങ്ങളിലായി ഒറ്റയടിക്ക് പോയ എത്രയോ ജീവനുകൾ നമുക്ക് മുന്നിൽ ഇങ്ങനെ വലിയ വേദനയായി കിടക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അടിയന്തരമായി ഇത്തരം പ്രശ്നങ്ങൾക്ക് ശാസ്ത്രീയമായും അല്ലാതെയുമുള്ള പരിഹാരം അത് ഒരു കൂട്ടായ്മ ചേർന്നുകൊണ്ട് തന്നെ കണ്ടെത്തുക എന്നുള്ള ഊർജിത ശ്രമത്തിലാണ് സർക്കാർ അടക്കമുള്ളവർ. ഇന്ന് നടക്കുന്ന പ്രധാനപ്പെട്ട യോഗം എങ്ങനെയാണ്? നാളത്തെ യോഗത്തിന്റെ വിവരങ്ങൾ കൂടി. കാവ്യ, തുടർച്ചയായ വാഹന അപകടങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പോലീസും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായി യോഗം ചേരുന്നത്. വളരെ സീരിയസ് ആയി വിഷയത്തെ സർക്കാരും പോലീസും ഗതാഗത വകുപ്പും കാണുന്നുണ്ട്. മോട്ടോർ വാഹന വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഗതാഗത കമ്മീഷണർ ഇത് സംബന്ധിച്ച് സംയുക്തമായ യോഗം ചേരണമെന്ന് DGPക്ക് കത്ത് നൽകിയിരുന്നു. അങ്ങനെയാണ് ക്രമസമാധാന ചുമതലയുള്ള ADGP ഇന്ന് യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത്. അതിൽ ഗതാഗത കമ്മീഷണറും ADGPയും പങ്കെടുക്കും. ഒപ്പം തന്നെ ജില്ലാ പോലീസ് മേധാവിമാരും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ യോഗത്തിൽ നേരത്തെ കാവ്യ സൂചിപ്പിച്ചതുപോലെ റോഡിൻ്റെ സുരക്ഷ സംബന്ധിച്ച് ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകുന്നതിനൊപ്പം തന്നെ പരിശോധന ശക്തമാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ അലക്ഷ്യമായ ഡ്രൈവിംഗ്, ഈ 2 തരത്തിലുള്ള അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. ദേശീയപാതയിലുണ്ടായ അപകടത്തെ സംബന്ധിച്ച് റോഡിലെ ശാസ്ത്രീയമല്ലാത്ത നിർമ്മാണ പ്രവർത്തനങ്ങൾ കേരളത്തിൽ പല സ്ഥലങ്ങളിലും ദേശീയപാത അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള പരാതികൾ ഉയരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ തന്നെ അപകടം നടന്ന സ്ഥലത്ത് പോയി അദ്ദേഹം തന്നെ നേരിട്ട് വാഹനം ഓടിച്ച് റോഡിൻ്റെ അശാസ്ത്രീയ സംബന്ധിച്ച് പറഞ്ഞു. ഒപ്പം തന്നെ നാട്ടുകാരും വലിയ തരത്തിലുള്ള പ്രതിഷേധം അവിടെ ഉയർത്തിയതാണ്. അതിൽ ശാസ്ത്രീയമായ പരിഷ്കരണം സംബന്ധിച്ച് ഗതാഗത വകുപ്പിനെ സംബന്ധിച്ച് എടുക്കേണ്ട നടപടിക്രമങ്ങളുണ്ട്. ദേശീയ പാത അതോറിറ്റി ഈ കാര്യങ്ങൾ ശാസ്ത്രീയമായി മാറ്റം വരുത്തേണ്ട കാര്യങ്ങളുണ്ട്. ദേശീയപാത അതോറിറ്റിയുമായി നാളെ ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ നേരിട്ട് യോഗം വിളിച്ചു ചേർത്ത് അവരുമായി സംസാരിക്കുന്നുണ്ട്. അത്തരമൊരു യോഗം നാളെയാണ് നടക്കുക. ഇന്നത്തെ യോഗത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അലക്ഷ്യമായ ഡ്രൈവിങ്ങുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. അത് അമിത വേഗതയുണ്ട്, ഒപ്പം തന്നെ മദ്യപിച്ച് വാഹനം ഓട്ടിക്കൽ, പ്രധാനപ്പെട്ട റോഡുകളിലെ സിഗ്നലുകളോ മുന്നറിയിപ്പുകളോ പാലിക്കാതെയുള്ള വാഹനം ഓടിക്കുന്ന രീതി, ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള പോലീസിനെടുക്കേണ്ട നടപടിക്രമങ്ങളുണ്ട്. ഇത് ഈ ഗതാഗത വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം അവരെ ഫോഴ്സിന് മാത്രമായി ചെയ്യാൻ കഴിയാത്ത വലിയ തരത്തിലുള്ള പരിമിതിയുണ്ട്. അതുകൊണ്ട് പോലീസിൻ്റെ കൂടി സഹായം ആവശ്യമാണ്. അതുകൊണ്ട് നിരത്തിൽ പോലീസ് കർക്കശമായ നടപടികളിലേക്ക് പോകും. രാത്രികാല പട്രോളിംഗ് വർദ്ധിപ്പിക്കാനുള്ള തീരുമാനമാണ് ഉണ്ടാകാൻ പോകുന്നത്. പിന്നെ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതിനെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള ഈ പട്രോളിങ്ങിൽ തന്നെ പോലീസിൻ്റെ കർശനമായ പരിശോധന വരുന്ന ദിവസങ്ങളിൽ, ഇന്നത്തെ തീരുമാനത്തിന് ശേഷം വരുന്ന ദിവസങ്ങളിൽ അതെങ്ങനെയാണ് പരിഗണിക്കുക, എങ്ങനെയാണ് പരിശോധിക്കുക, എങ്ങനെയാണ് ശാസ്ത്രീയമായി നോക്കുക എന്ന കാര്യത്തെ സംബന്ധിച്ചൊരു നിഗമനത്തിൽ പോലീസും ഒപ്പം തന്നെ മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായി എത്താനുള്ള സാധ്യതയുണ്ട്. കാവ്യ, നമുക്കറിയാം ഈ കോവിഡിന് ശേഷം ഈ മദ്യപിച്ച വാഹനം ഓടിക്കുന്നവരുടെ പരിശോധന സംബന്ധിച്ച് ഇത് ബ്രീത്ത് അനലൈസർ ഉപയോഗിച്ച് മദ്യപിച്ചിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കുക
പരിശോധിക്കുന്ന രീതി ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. അത് അന്ന് കോവിഡിന് ശേഷമാണ് ആ പരിശോധന സംവിധാനം നിലച്ചത്. അപ്പോൾ അതിലെന്തെങ്കിലും മാറ്റം വരുത്തേണ്ട സാധ്യതയുണ്ടോ? ഒപ്പം തന്നെ റോഡുകളിൽ പോലീസ് മാനുവലായി പരിശോധിക്കുന്ന ഒപ്പം തന്നെ ക്യാമറകൾ കൊണ്ടുള്ള പരിശോധന, നമ്മുടെ സാങ്കേതിക സംവിധാനങ്ങളുടെ പരിശോധന മോട്ടോർ വാഹന വകുപ്പും പോലീസ് സംബന്ധിച്ച് എങ്ങനെയാണ് ശാസ്ത്രീയമായി മാറ്റം വരുത്തേണ്ടതുണ്ട്. അമിത വേഗതയിൽ പോകുന്ന വാഹനങ്ങൾ, കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വാർത്താ സമ്മേളനത്തിൽ ഈ അപകടമുണ്ടായപ്പോൾ കുട്ടികൾ സ്കൂൾ കുട്ടികൾ മരിക്കാനിടയായ വളരെ ദാരുണമായ അപകടം ഉണ്ടായപ്പോൾ ഗണേഷ് കുമാർ തന്നെ പറഞ്ഞതാണ്, അത് മുൻകാലങ്ങളിൽ നമ്മൾ നടത്തിയിട്ടുള്ള പരിശോധന കൊണ്ട് ഇപ്പോൾ റോഡിൽ അമിത വേഗതയിൽ പോകുന്ന വാഹനങ്ങളെ പിന്തുടർന്ന് പരിശോധിക്കുകയൊക്കെ ശരിയല്ല, നടക്കുന്ന പ്രായോഗികമല്ല. കാരണം ദീർഘദൂര യാത്രകൾ നോക്കുന്ന വലിയ ബസ്സുകളൊക്കെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരുന്ന വാഹനങ്ങളൊക്കെ തന്നെ തടഞ്ഞു നിർത്തി മോട്ടോർ വാഹന വകുപ്പിന് പരിശോധിപ്പിച്ച് അത് പിന്തുടർന്നൊന്നും പരിശോധിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അതിന് ശാസ്ത്രീയമായ ക്യാമറ, CCTV ക്യാമറകളുടെ ദൃശ്യങ്ങൾ എടുക്കുക, അങ്ങനെയുള്ള വാഹനങ്ങൾ കണ്ടെത്തിയാൽ പിഴ ഈടാക്കുക മാത്രമല്ല കർക്കശമായ നടപടി, അവരുടെ ലൈസൻസ് റദ്ദാക്കുന്ന അടക്കമുള്ള കർക്കശമായ നടപടികളിലേക്ക് പോവുകയാണ്. ഒപ്പം തന്നെ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുണ്ട്. നഗര കേന്ദ്രങ്ങളിൽ ഈ സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗതയുമായി ബന്ധപ്പെട്ട അപകടമുണ്ട്. കഴിഞ്ഞ ദിവസം കിഴക്കേക്കോട്ടയിൽ ഉണ്ടായ അപകടവുമായി ബന്ധപ്പെട്ട് ഒരു യോഗവും ഇന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ വിളിച്ചു ചേർത്തിട്ടുണ്ട്. ആ യോഗത്തിൽ പ്രൈവറ്റ് ബസ്, സ്വകാര്യ ബസ് മുതലാളിമാരുടെയും അവരുടെ പ്രതിനിധികളെയുമാണ് യോഗത്തിൽ വിളിച്ചിട്ടുള്ളത്. അങ്ങനെ പലതരത്തിലുള്ള ശാസ്ത്രീയമായ നീക്കങ്ങളിലൂടെയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. പോലീസിൻ്റെ ഇന്നത്തെ യോഗം നിർണായകമാണ്. രാത്രികാല പരിശോധനകൾ കർക്കശമാക്കാൻ തീരുമാനിക്കാനുള്ള സാധ്യതയുണ്ട്. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരെ കർക്കശമായ പിഴ മാത്രമല്ല, അവർക്ക് ലൈസൻസ് റദ്ദാക്കുന്ന അടക്കമുള്ള കർക്കശ നടപടിയിലേക്ക് പോലീസ് പോകും. ഇനി അലക്ഷ്യമായ ഡ്രൈവിംഗ് കൊണ്ട് മുമ്പോട്ട് പോകുന്നവരാണെങ്കിൽ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ തന്നെ റദ്ദാക്കുന്ന തരത്തിലുള്ള നടപടികളാണ് ഉണ്ടാകുക. മുമ്പ് ലൈസൻസ് നിശ്ചിത കാലത്തേക്ക് റദ്ദാക്കുന്ന സമീപനം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ലൈസൻസ് ആജീവനാന്തം അയാളുടെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കുക. ഒപ്പം തന്നെ ഈ വാഹനത്തിൻ്റെ പെർമിറ്റും, വാഹനങ്ങൾ ഈ ബസ്സുകളാണ്, സ്വകാര്യ ബസ്സൊക്കെ ആണെങ്കിൽ അതിൻ്റെ പെർമിറ്റ് റദ്ദാക്കും. സ്വകാര്യ ലോറികളും സ്വകാര്യ വാഹനങ്ങളും ആണെങ്കിൽ നിരത്തിൽ പിന്നെ ആ വാഹനം ഇറങ്ങാൻ കഴിയില്ല. ഒപ്പം തന്നെ അതിൻ്റെ രജിസ്ട്രേഷൻ പൂർണ്ണമായി റദ്ദാക്കുന്ന തരത്തിലേക്കുള്ള കർക്കശമായ നടപടിയിലേക്ക് പോകും. അതുകൊണ്ട് റോഡിൻ്റെ ശാസ്ത്രീയമായ പരിഷ്കരണം ഒരു വശത്ത്, അത് ദേശീയ റോഡ് അതോറിറ്റിയാണ്, ദേശീയ ഹൈവേ അതോറിറ്റിയാണ് ഇത് പരിശോധിക്കേണ്ടത്. അത് സംബന്ധിച്ച കാര്യങ്ങൾ സംബന്ധിച്ച് ഈ അതോറിറ്റിയുമായി ചർച്ച ചെയ്യും. ഒപ്പം തന്നെ കേരളത്തിൽ പോലീസും ഗതാഗത വകുപ്പ് സംയുക്തമായി നടത്തേണ്ട മാനുവലായി ഒപ്പം തന്നെ സാങ്കേതികമായി നടത്തേണ്ട പരിശോധന സംബന്ധിച്ച് ഉള്ള തീരുമാനങ്ങളും ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകും. കാവ്യ. ശരി, നിർമ്മൻ ചക്രവർത്തിയാണ് തിരുവനന്തപുരത്ത് നിന്നും വിശദമായ വിവരങ്ങൾ ഈ രണ്ട് യോഗങ്ങളുടെ പശ്ചാത്തലത്തിലും നൽകിയത്. ഈ വിഷയം ഇന്ന് ഈവനിംഗ് ഡിബേറ്റ് സജീവമായി പരിശോധിക്കുമ്പോൾ റോഡ് സുരക്ഷാ വിദഗ്ധൻ ശ്രീ ഉപേന്ദ്രനാരായണൻ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ഉപേന്ദ്രനാരായണൻ, ഇപ്പോൾ ഞാൻ ഇതിനാമുഖമായി പറഞ്ഞ ചില കണക്കുകളുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഈ 16-ാം തീയതിയാണ് ഇന്ന് എത്തി നിൽക്കുന്നത്, ഡിസംബർ 16. ഇതിനിടയിൽ തന്നെ വലിയ അപകടങ്ങൾ സംഭവിക്കുകയും കൂട്ടായി ചില ജീവനുകൾ നഷ്ടമായതുമായി ബന്ധപ്പെട്ട കണക്കുകൾ തന്നെ 14 എണ്ണം. അതിനുശേഷം ഒറ്റപ്പെട്ട അപകടങ്ങൾ എത്രയോ നമ്മൾ ചെറിയ അപകടങ്ങൾ എന്ന് കാറ്റഗറിയിൽപ്പെടുത്തി മാറ്റി നിർത്തുന്നതും എല്ലാം കൂടി ചേർത്തിട്ട് വലിയ തോതിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി, ആഴ്ചകളായി നമ്മൾ വാഹന അപകടങ്ങളുടെ തുടർ കഥകൾ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ കേരളത്തിൽ തുടർച്ചയായി ഇത്തരത്തിലുള്ള അപകടങ്ങൾ സംബന്ധിച്ച വാർത്തകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നടുക്കുന്ന സംഭവങ്ങൾ, ദുരന്തങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്? ഇതിനൊരു പൊതുവായ കാരണത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയുമോ ശ്രീ ഉപേന്ദ്രനാരായണൻ? തീർച്ചയായിട്ടും. കാരണം എല്ലാ രാജ്യങ്ങളിലും എല്ലാ സ്റ്റേറ്റുകളിലും റോഡുകളുണ്ട്, വാഹനങ്ങളുണ്ട്, റോഡ് സേഫ്റ്റി ഉണ്ട്, റോഡ് അപകടങ്ങളും ഉണ്ട്. കേരളത്തിലെ പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ വെറ്റ് ഹൈവേസാണ്. അതായത് ഒരു കൊല്ലം 6-7 മാസവും നനഞ്ഞ മഴ പെയ്യുന്ന ഒരു ഹൈവേ സിസ്റ്റമാണ് നമുക്ക് ഉള്ളത്. അതൊരു പ്രധാനപ്പെട്ട കാരണമാണ്. പിന്നത്തെ ഒരു സിസ്റ്റം ഫെയിലിയർ എന്ന് പറയുന്നത് നമുക്കൊരു പ്രിവെൻഷൻ സ്ട്രാറ്റജി ഡിസൈൻ ചെയ്തിട്ടില്ല. ഇപ്പൊ റോഡ് ആക്സിഡന്റ് പ്രിവെന്റ് ചെയ്യാനായിട്ട് ലോകത്തെല്ലാം തന്നെ എൻഫോഴ്സ്മെന്റ് ആണ് ഏറ്റവും മുന്തിയ പങ്ക് ഉള്ളത്. എന്ന് വെച്ചാൽ പോലീസ് ഉദ്യോഗസ്ഥന്മാര് അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് അവരുടെ വാഹന പരിശോധന അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ട്രാഫിക് റെഗുലേറ്റ് ചെയ്യുക, ഡോക്യുമെന്റ്സ് ചെക്ക് ചെയ്യുക, പുകമലിനീകരണം, പിന്നെ ഡ്രൈവറുടെ അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ലിക്കർ, ഇതൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു സമ്പ്രദായത്തിലൂടെയാണ് നമ്മൾ അപകടം കുറയ്ക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പോഴത്തെ ഈ സ്ഥിതിയിലൊന്നും അത് തടയാൻ പറ്റില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. അവിടെയാണ് എന്നെ മാതിരിയുള്ള സന്നദ്ധ പ്രവർത്തകരുടെ ആവശ്യം, എക്സ്പെർട്ടീസ് നേടിയിട്ടുള്ളവരുടെ ആവശ്യം. കാര്യം നമുക്ക് എൻഫോഴ്സ്മെന്റ് മാത്രം കൊണ്ട് കുറയ്ക്കണമെങ്കിൽ നമുക്ക് പരിമിതികളുണ്ട്.
ഇപ്പൊ തന്നെ വാഹനങ്ങൾ, എൻഫോഴ്സ്മെന്റ് വാഹനങ്ങൾക്ക് ഫ്യൂവൽ ഇല്ല, വേണ്ടത്ര പോലീസിന് സ്ട്രെങ്ത് ഇല്ല, അങ്ങനെ പല പല പരാധീനതകൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത്. അപ്പൊ ഈ ശബരിമല സീസൺ ആയിട്ട് പോലും വേണ്ടത്ര സ്ട്രെങ്ത് ഡിപ്ലോയ് ചെയ്യാൻ പോലീസിന് ഇല്ല എന്നുള്ളത് അറിയാമല്ലോ. അപ്പൊ അതിന്റെ ഷോർട്ടേജ് ഒരിക്കലും വരാൻ പാടില്ലാത്തതാ. കാര്യം വാഹനങ്ങളും സഞ്ചാരവും ഒക്കെ നമ്മുടെ റോഡിലൂടെ 24 മണിക്കൂറും പോകും. അതിനകത്ത് ഉറക്കം വന്ന് ഓടിക്കുന്നവരുണ്ട്, മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നവരുണ്ട്, ഓവർലോഡ് ചെയ്ത് വണ്ടി ഓടിക്കുന്നവരുണ്ട്, മനഃപൂർവ്വം വണ്ടി കയറ്റി കൊല്ലുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പലതരം വെറൈറ്റി ഓഫ് കേസസ് ആണ് ഈ ദിവസങ്ങളിലൊക്കെ കണ്ടത്. അപ്പൊ ഇതിന് ഒരു റീസൺ ഉണ്ട്. എന്താണ് റീസൺ? ഇപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഈ ഹൈവേ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ഉണ്ട്. അത് ശരിയാക്കേണ്ട ഉത്തരവാദിത്തം ഹൈവേയുടെ ഉടമസ്ഥന്മാരായ ദേശീയപാത അതോറിറ്റി ആണ്. പിന്നെ നമ്മുടെ സ്റ്റേറ്റിന്റെ PWD റോഡ്സ് ഉണ്ട്, സ്റ്റേറ്റ് ഹൈവേസ് ഉണ്ട്. അതിന്റെ ഉത്തരവാദിത്വം അതിന്റെ കൺസേൺഡ് എഞ്ചിനീയർമാർക്കാണ്. രണ്ടാമത്തത് വാഹന ഇഷ്യൂസ് ഉണ്ട്, വെഹിക്കിൾസിന്റെ ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ അത് MVD ചെക്ക് ചെയ്യേണ്ടത്. ബ്രേക്ക് ലൈറ്റ് ഇല്ല, പാർക്ക് ലൈറ്റ് ഇല്ല, ഓവർ സ്പീഡിൽ പോകുന്നുണ്ട്, മൊട്ടയായ ടയർ, അങ്ങനെയുള്ള വെഹിക്കിൾ റിലേറ്റഡ് ഇഷ്യൂസ് ചെയ്യേണ്ടത് MVD ആണ്. പോലീസിന്റെ പങ്ക് അതിനകത്ത് കുറവാണ്. മൂന്നാമത്തെ ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഡ്രൈവർ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ആണ്. ഇപ്പൊ നമുക്ക് വലപ്പാട് ആക്സിഡന്റിൽ 5 നിരപരാധികളുടെ ദേഹത്തൂടെ വണ്ടി കയറി, അത് അണ്ടർ ദി ഇൻഫ്ലുവൻസ് ലിക്കറാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മുടെ മെഡിക്കൽ സ്റ്റുഡൻസ് വണ്ടി ഓടിച്ചു. അതിനകത്ത് സത്യം പറഞ്ഞാൽ കേൾക്കാം, പറഞ്ഞോളൂ. അതിനകത്ത് സത്യം പറഞ്ഞാൽ അതും ഡ്രൈവർ റിലേറ്റഡ് ഇഷ്യൂ ആണ്. മദ്യപിച്ചിട്ടില്ല, അതിനകത്ത് എൻഫോഴ്സ്മെന്റിനൊന്നും ചെയ്യാനില്ല. അത് പ്യുവറായിട്ട് ഡ്രൈവർ റിലേറ്റഡ് ഇഷ്യൂ ആണ്. അയാൾ ഒരു എക്സ്പെർട്ട് ഡ്രൈവർ അല്ലായിരുന്നു, ഓവർലോഡർ ആയിരുന്നു, അതൊക്കെ നമുക്കറിയാം. അത് കഴിഞ്ഞ് ഇപ്പൊ നമ്മൾ പാലക്കാടുണ്ടായ കുഞ്ഞുങ്ങളുടെ അപകടം, 4 പെൺകുട്ടികൾ മരിച്ചു. അതിനകത്ത് ഡ്രൈവർ റിലേറ്റഡ് ഇഷ്യൂ ആണ്. കാര്യം ആ വേറൊരു ഡ്രൈവർ വണ്ടി ഫോൺ ചെയ്ത് വന്നു എന്നാണ് ഞാൻ കേട്ടത്. മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഒരു കൈ കൊണ്ട് സ്റ്റിയർ ചെയ്തപ്പോൾ റിയർ എൻഡ് ഓവർഹാങ് വന്നിട്ട് എതിരെ വന്ന വണ്ടിയെ പോയി ഇടിച്ചിട്ട് അത് മറിയുകയാണ് ചെയ്തത്. അപ്പൊ അത് ഡ്രൈവർ റിലേറ്റഡ് ഇഷ്യൂ ആണ്. അതിന് പരിഹാരം വേണം. പിന്നെ ഇപ്പൊ തന്നെ പാലായിൽ വട്ടിക്കോൾ നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ 4 പേര്, അച്ഛന്മാർ 2 കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ മരിച്ചത് ഡ്രൈവർ ഉറങ്ങിപ്പോയി എന്നുള്ള ഒരു വിഷയമാണ്. അതാണ് നമ്മൾ കാണിക്കുന്നത്. അതും ഡ്രൈവർ റിലേറ്റഡ് ഇഷ്യൂ ആണ്. അപ്പൊ നമ്മൾ കാണുന്ന ഇഷ്യൂസ് ഡ്രൈവർ റിലേറ്റഡ് ഇഷ്യൂസ് ആണ്. കേരളത്തിൽ 60% തൊട്ട് 80% വരെ റോഡ് ആക്സിഡൻസ് ഉണ്ടാക്കുന്നത്. അതിനാൽ സർക്കാരിന്റെ പങ്ക് കുറവാണ്, മറ്റ് ഏജൻസികളുടെ പങ്ക് കുറവാണ്. അവരെ നമ്മൾ മര്യാദയ്ക്ക് നടത്തണമെങ്കിൽ നല്ല എൻഫോഴ്സ്മെന്റ് വേണം. ഒരു അവബോധത്തിന്റെ പ്രശ്നം, ഒരു ബോധവൽക്കരണത്തിന്റെ പ്രശ്നം കാര്യമായി, പ്രത്യേകിച്ച് ഇപ്പോഴും നമ്മൾ ഈ റോഡ് നിയമങ്ങൾ അത്രയും കർശനമായി പാലിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് തുടർച്ചയായി പറയുമ്പോഴും ഈ ഡ്രൈവർമാർക്ക് ബോധവൽക്കരണം ഇല്ലായ്മയുടെ ഒരു വലിയ പ്രശ്നം ഇപ്പോൾ സംഭവിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടല്ലോ. കാര്യം നമ്മളുടെ റോഡുകളൊക്കെ ആഗോള നിലവാരത്തിലുള്ളതായി കഴിഞ്ഞു. പിന്നെ നമ്മുടെ വാഹനങ്ങൾ ഇപ്പൊ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന അതേ വാഹനം തന്നെയാണ് വിദേശ രാജ്യങ്ങളിലേക്കും വിറ്റഴിക്കുന്നത്. അപ്പൊ അതിനും ഒരു ഇന്റർനാഷണൽ സ്പെസിഫിക്കേഷൻസ് ഒക്കെ ഉണ്ട്, ആ ക്വാളിറ്റി നിലവാരങ്ങളുണ്ട്. പിന്നെ പുതിയ ഓട്ടോമൊബൈൽ എല്ലാം തന്നെ അഡ്വാൻസ്ഡ് സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. ലൈക്ക് എയർ ബാഗ്, EBD, ഡിസ്ക് ബ്രേക്സ്, ABS, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഫിറ്റ് ചെയ്തിട്ടാണ് ഇപ്പോഴത്തെ വണ്ടികൾ വരുന്നത്. അപ്പൊ സാധാരണ ഒരു ആക്സിഡന്റ് പറ്റിയാൽ തന്നെ അതിനകത്ത് ഒക്യുപ്പൻസിന് ഒരു അപകടവും ഒരു ഇഞ്ചുറിയും വരാതെ കാത്തു സൂക്ഷിക്കാനാണ് വാഹന നിർമ്മാതാക്കൾ ശ്രമിക്കുന്നത്. പക്ഷേ നമ്മുടെ ഡ്രൈവിംഗ് പരിശീലനം തൊട്ട് ഡ്രൈവിംഗ് ലൈസൻസ് തൊട്ട് ഡ്രൈവിംഗ് ഒരു ഒരു ഈസി ജോലിയാണ്. ഉത്തരവാദിത്തമില്ലാത്ത ഡ്രൈവിംഗ് ചെയ്യുക, സ്വന്തം ജീവന് വില കൽപ്പിക്കാതെ പോവുക, മത്സര ബുദ്ധി കാണിക്കുക, ആരെ വണ്ടി ഇടിച്ചു കൊല്ലാമെന്നുള്ള രീതിയിലേക്ക് വാഹനങ്ങൾ മാറുമ്പോഴേ അത് കർശനമായ എൻഫോഴ്സ്മെന്റ് കൂടെ മാത്രമേ പോലീസിനെ കണ്ടാൽ കുറ്റവാളിയായ ഒരു ഡ്രൈവർ പേടിക്കണം. ആ നിലയിലായിരുന്നു കേരളം. കാര്യം ഞാൻ ഈ ഹൈവേ പോലീസിനെ 2003 തൊട്ട് 2018 വരെ ട്രെയിനിങ് കൊടുത്ത ആളാണ്. ഹൈവേ പോലീസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോ തന്നെ ഈ മാതിരി നിയമലംഘകർക്ക് ഒരു പേടിയായി. അങ്ങനെ നമുക്ക് കൂച്ചുവിലങ്ങ് ഇടാൻ പറ്റി. ഇപ്പോ ഒരുപാട് പരാധീനതകൾ പോലീസിന് വന്നു. പോലീസിന് വേണ്ടത്ര, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, പിന്നെ പോലീസിന് വേണ്ടത്ര ഫണ്ട് കൊടുക്കുന്നില്ല. മുമ്പ് ഞാൻ 1998 മുതൽ സംസ്ഥാന സർക്കാരിന്റെ റോഡ് സേഫ്റ്റി കൗൺസിലിന്റെ മെമ്പറായിരുന്നു. ആ സമയത്ത് ബഹുമാനപ്പെട്ട EK നായനാർ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴ് ഈ ശബരിമല സീസൺ തുടങ്ങുമ്പോൾ തന്നെ 2 കോടി രൂപ
പോലീസിന് മാത്രമായിട്ട് ഒരു സ്പെഷ്യൽ ഹെഡ് ഓഫ് അക്കൗണ്ട് തുടങ്ങി കൊടുക്കുമായിരുന്നു. എന്തിനാന്ന് വെച്ചാൽ പോലീസിന് ഫണ്ട് വേണം, സൈൻ ബോർഡ് വെക്കണം, കോൺ വെക്കണം, അങ്ങനെ പല പല അറേഞ്ച്മെന്റ്സിന്. ഇപ്പോ ആ ഫണ്ട് കൊടുക്കുന്നില്ല. മാത്രമല്ല വളരെ ദയനീയ അവസ്ഥയിലാണ് ഈ നമ്മുടെ ട്രാഫിക് സിസ്റ്റം പോകുന്നത്. പിന്നെ ട്രാഫിക് ജോലി ചെയ്യുന്ന ഓഫീസർമാരൊക്കെ തന്നെ, SIമാരൊക്കെ തന്നെ ഈ പറഞ്ഞ പോലീസ് കോൺസ്റ്റബിളിൽ നിന്ന് പ്രൊമോട്ട് ചെയ്തവരാണ്. ഡയറക്റ്റ് SIമാരെയാണ് സത്യത്തിൽ വേണ്ടത്. കാര്യം നമ്മുടെ ഇപ്പോ മരണനിരക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു യുദ്ധസമാനമായ ഒരു സാഹചര്യമാണ് റോഡിൽ ഉണ്ടാകുന്നത്. അതിനെ പിടിച്ചു നിർത്തണമെങ്കിൽ ശക്തമായ പോലീസിങ് വരണം. അത് ഡയറക്റ്റ് ഇപ്പൊ KPIന്നും മറ്റും പരിശീലനം ലഭിച്ച് വരുന്ന ഡയറക്റ്റ് SIമാർക്കാണ് കുറെ കൂടെ കർക്കശമായിട്ട് നിയമം നടപ്പിലാക്കാൻ സാധിക്കുന്നത്. ഈ താങ്കളിപ്പോൾ നേരത്തെ സൂചിപ്പിച്ച ഈ ദേശീയപാതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇപ്പോൾ അവസാനമായി നടന്ന കരിമ്പയിലെ അപകടം, 4 പെൺകുട്ടികളുടെ ജീവൻ നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട അപകടത്തിൽ ഈ നാട്ടുകാരുടെ പ്രതികരണം വന്നപ്പോൾ ആദ്യം കേട്ട ഒരു കാര്യമാണ്, വളരെ മിനുസമായ റോഡാണ്, അവിടെ ഒരുപാട് ശാസ്ത്രീയമായ പ്രശ്നങ്ങൾ, നിരന്തരമായ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെയും നിരവധി തവണ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പോൾ പോലും അവിടെ ഈ റോഡ് മിനുസപ്പെട്ട് കിടക്കുന്ന ഒരു വിഷയം വരുന്നു. മറ്റൊന്ന് ഈ കാലാവസ്ഥ അടിക്കടി ഉണ്ടാകുന്ന ഈ മഴയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ, റോഡിൽ നിന്ന് വാഹനങ്ങൾ തെന്നി മാറുന്ന പശ്ചാത്തലമൊക്കെയുമുണ്ട്. അപ്പോൾ അവിടെ ഈ ഗ്രിപ്പ് അടക്കമുള്ള കൂടുതൽ ശാസ്ത്രീയമായ കാര്യങ്ങൾ അവലംബിക്കേണ്ടതുണ്ട് എന്നത് പലകുറി ബോധ്യപ്പെടുത്തിയതാണ് ദേശീയപാത അതോറിറ്റി എന്നതും ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. പക്ഷേ അതൊരു 6 മാസം കൊണ്ട് കാലപ്പഴക്കത്താൽ അത് തേഞ്ഞു പോകുന്ന ഒരു സന്ദർഭവും സാഹചര്യവും ആയിരുന്നു എന്നുമാണ് നമ്മൾ മനസ്സിലാക്കിയത് അന്നത്തെ പ്രതികരണങ്ങളിൽ നിന്ന്. അപ്പോൾ തുടർച്ചയായി ഇങ്ങനെ റോഡ് പണികൾക്ക് ശേഷമുള്ള ഒരു വിലയിരുത്തൽ, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഗ്രിപ്പ് അടക്കമുള്ള സംവിധാനങ്ങൾ ഇത്ര കൃത്യമായ ഇടവേളകളിൽ അത് ഏർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അലംഭാവം, അതൊക്കെയും ഈ റോഡ് അപകടങ്ങൾക്ക് വർദ്ധിച്ച കാരണമാകുന്നുണ്ടോ? വളരെ ശരിയായിട്ടാണ് താങ്കൾ സംസാരിച്ചത്. കാരണം ഈ ഹൈവേ വേൾഡ് സ്റ്റാൻഡേർഡിലേക്ക് മാറ്റിയപ്പോൾ BM and AC, ബിറ്റുമിനിസ് മെക്കാഡം ആൻഡ് ആസ്ഫാൾട്ട് കോൺക്രീറ്റ്, അല്ലെങ്കിൽ BM and MC, ബിറ്റുമിനിസ് മെക്കാഡം ആൻഡ് മെക്കാഡം കോൺക്രീറ്റ്, ഈ 2 ടൈപ്പ് ഓഫ് ഹൈവേസ് വരുമ്പോൾ ഉപരിതലം നമ്മുടെ കണ്ണാടി മാതിരി മിനുസമായിരിക്കും. അപ്പൊ അതിന് റൈഡ് കംഫർട്ട് കൂടും. അതിൽ അത്തരം റോഡിലൂടെ ഓടുമ്പോൾ നമുക്ക് യാതൊരു കുലുക്കവും അനക്കവുമില്ല. പെട്ടെന്ന് ആക്സിലറേഷൻ ആകും, ടോപ്പ് സ്പീഡിൽ പെട്ടെന്ന് എത്തും. അതേസമയം ഈ വെറ്റ് കണ്ടീഷനിൽ ബ്രേക്കിംഗ് എഫിഷ്യൻസി കുറയും, സ്കിഡിങ് സ്കോപ്പ് കൂടുതലാണ്. അങ്ങനെ പല ബുദ്ധിമുട്ടുകളുണ്ട്. അത് സത്യം പറഞ്ഞാൽ ഇന്ത്യൻ റോഡ്സ് കോൺഗ്രസിന്റെ കോഡ് ഓഫ് പ്രാക്ടീസ് അനുസരിച്ച് ഓൾ ഓവർ ഇന്ത്യയിൽ ഒരേ ഒരു സ്പെസിഫിക്കേഷനേ ഉള്ളൂ. കേരളം മാതിരി മഴ പെയ്യുന്ന വെറ്റ് റോഡിലേക്ക് ഈ പറഞ്ഞ BM and MC-യും അല്ലെ BM and AC-യും ഒന്നും തന്നെ ഒരു പരിഹാരമല്ല. അത് വേനൽക്കാലത്ത് ഡ്രൈ ആയിട്ടിരിക്കുമ്പം പെർഫെക്റ്റ് ആണ്, എല്ലാം ശരിയാണ്. പക്ഷെ വെറ്റ് മഴ കൂടുതൽ കിട്ടുന്ന കേരളം, ഗോവ, കർണാടക, മഹാരാഷ്ട്രയുടെ ചില ഭാഗങ്ങളൊക്കെ തന്നെ ഈ വെറ്റ് കണ്ടീഷൻസിലൊക്കെ ആക്സിഡന്റ് കൂടും. പിന്നെ കേരളത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കൊരു സ്പെഷ്യൽ കോഡ് ഓഫ് പ്രാക്ടീസ് IRC ഉണ്ടാക്കിയേ മതിയാവും. അപ്പൊ ഞാൻ നേരത്തെ IRCയുടെ ഇന്ത്യൻ റോഡ്സ് കോൺഗ്രസിന്റെ മെമ്പറായിരുന്നു. ആ സമയത്ത് 2000 ഈ കൊച്ചിയിൽ വെച്ച് നടന്ന സെമിനാറിൽ ഞാനത് ആവശ്യപ്പെട്ടതും ടെക്നിക്കൽ പേപ്പേഴ്സ് സബ്മിറ്റ് ചെയ്തതുമാണ്. അതായത് നമ്മൾ വെറ്റ് റോഡ് കണ്ടീഷനുള്ള കൂടുതൽ 6 മാസത്തിൽ കൂടുതൽ മഴ പെയ്യുന്ന സ്ഥലത്ത് വാഹന അപകടങ്ങൾ കൂടാൻ സാധ്യതയുണ്ട്. ഇനിയിപ്പോ ദേശീയപാത പുതുക്കി പുതുതായിട്ട് പണിയുന്നുണ്ടല്ലോ, അവിടെയും ഈ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ആക്സിഡന്റുള്ള സാധ്യതകൾ കൂടുതലാണ്. നമുക്കൊപ്പം റോഡ് സുരക്ഷാ വിദഗ്ധൻ ശ്രീ ഉപേന്ദ്രനാരായണൻ തുടരുന്നുണ്ട്. ശ്രീ ഉപേന്ദ്രനാരായണൻ, നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്ന വിഷയം ദേശീയപാതയുമായി ബന്ധപ്പെട്ട് ഈ തുടർച്ചയായുള്ള പരിശോധനകൾ അടക്കമുള്ള കാര്യങ്ങളാണ്. അതെ, നമ്മുടെ ഈ ദേശീയപാത അതോറിറ്റി ഫോം ആയത് 2000-ന് മുമ്പ് 99-ലോ മറ്റോ ആണ്. അതുവരെ കേരളത്തിലെ ദേശീയപാതകൾ നമ്മുടെ സ്റ്റേറ്റിന്റെ നാഷണൽ ഹൈവേ ഡിവിഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഡിവിഷൻ ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ PWD റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡിവിഷൻ, അതിനൊരു ചീഫ് എഞ്ചിനീയറും, NH ഡിവിഷൻ എന്ന് പറഞ്ഞിട്ട് നാഷണൽ ഹൈവേ നെറ്റ്വർക്ക് 1600 കിലോമീറ്ററോളം ലെങ്തിലെ നാഷണൽ ഹൈവേസ് ആണ് നമ്മുടെ സ്റ്റേറ്റിലൂടെ ഉള്ളത്. അതിന് പ്രത്യേകമായിട്ടൊരു ചീഫ് എഞ്ചിനീയർ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ഡിവിഷൻസ്, സബ് ഡിവിഷൻസ്, സെക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഈ നാഷണൽ ഹൈവേ അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഒരു പ്രശ്നം ഉണ്ടായാൽ, ഇപ്പൊ തന്നെ ഈ പിഞ്ചു കുട്ടികൾ മരിച്ച സ്ഥലത്തുമാതിരി ഒരു പ്രശ്നം ഉണ്ടായാൽ വിത്തിൻ എ വീക്സ് ടൈം അല്ലെ ഒരു മാസത്തിനകത്ത് തന്നെ പരിഹാരം ഉണ്ടാവും. കാര്യം അവിടുത്തെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ഡിവിഷണൽ എഞ്ചിനീയർ, ചീഫ് എഞ്ചിനീയറുടെ മന്ത്ലി മീറ്റിംഗിൽ ഇത് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ സഫിഷ്യന്റ് ഫണ്ട് അലോട്ട് ആയിട്ട് പണി അപ്പം തന്നെ നടക്കും.
അതിൽ ഒരു ഇൻസ്റ്റന്റ് റിയാക്ഷൻ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴും ഇത് ദേശീയപാത അതോറിറ്റിക്ക് വിട്ടുകൊടുത്തു കഴിഞ്ഞപ്പോൾ ഇതിനൊരു പരിഹാരം വേണമെങ്കിൽ ഇത് ഡൽഹിയിൽ നിന്ന് മാത്രമേ ഒരു പരിഹാരം ഉണ്ടാവുള്ളൂ. അപ്പൊ ഇവിടെ കേരളത്തിൽ തന്നെ പ്രോജക്ട് ഡയറക്ടർമാര് നമ്മുടെ തിരുവനന്തപുരത്തുണ്ട്, കൂടാതെ പാലക്കാട്ടുണ്ട്. അപ്പൊ ആ ഉദ്യോഗസ്ഥന്മാര് വേണ്ട രീതിയിൽ ഇതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്ന് ഞാൻ വളരെ വിഷമത്തോട് തന്നെ പറയട്ടെ. കാര്യം അവര് ഇതിന്റെ എസ്റ്റിമേറ്റ് ഒക്കെ എടുത്ത് ഡൽഹിക്ക് അയച്ച് അവിടുന്ന് ഒരു തീരുമാനം വരുമ്പോഴേക്കും 5-6 മാസം കഴിയും. പിന്നെ പലതും നാഷണൽ ഹൈവേ സ്റ്റാൻഡേർഡിലുള്ള ഹൈവേസ് അല്ല. ഇപ്പോ നാഷണൽ ഹൈവേ സ്റ്റാൻഡേർഡ് അതിന്റെ കോഡ് ഓഫ് പ്രാക്ടീസ് ഒക്കെ IRC പറയുന്നുണ്ട്. അതേപോലെ ദേശീയപാത അതോറിറ്റി പണിയുന്ന റോഡിലെ കേരളത്തിൽ വരുന്ന ഇപ്പോഴത്തെ റോഡ് നമ്മുടെ തലപ്പാടി തൊട്ട് കളീക്കവള വരെയുള്ള ദേശീയപാതയാണ് നാഷണൽ ഹൈവേ സ്റ്റാൻഡേർഡിൽ പണിതേക്കുന്നത്. മറ്റ് ഹൈവേകൾ ഇപ്പൊ പറഞ്ഞത് സ്റ്റേറ്റ് ഹൈവേ ആയിരുന്നു. നമ്മുടെ പാലക്കാട്, കോഴിക്കോട്, മണ്ണാർക്കാട് വഴി പോകുന്ന ആ റോഡെന്ന് വെച്ചാൽ വളവും തിരിവും കയറ്റവും ഇറക്കവും ചേർന്ന ഒരു സ്റ്റേറ്റ് ഹൈവേ നാഷണൽ ഹൈവേ അതോറിറ്റി ഏറ്റെടുത്തതാണ്. അപ്പൊ ആ ഏറ്റെടുക്കുമ്പോഴേ ഒരു സ്റ്റാൻഡേർഡിൽ അവർ പണിയാത്തത് മൂലമാണ് നിരന്തരം അപകടം ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരം ഉണ്ടാകുന്നില്ല. അത് ഒരുപാട് ഡിലേ വരുന്നുണ്ട്. പിന്നെ ഡയറക്റ്റ് പൊതുജനങ്ങൾക്കോ ഇവിടുത്തെ നമ്മുടെ MLA മാർക്കോ അല്ലെങ്കിൽ നമ്മുടെ പോലീസിനോ പോയി നേരിട്ട് അവരോട് പറയാനുള്ള ഒരു മാർഗമില്ല. അവർ കേൾക്കില്ല. ഇപ്പൊ തന്നെ ഞങ്ങളുടെ നാട്ടിലൊക്കെ സൈൻ ബോർഡ് വെച്ചാൽ പോലും പോലീസ് വെക്കുന്ന സൈൻ ബോർഡ് ഈ NHAക്കാര് ഊരി മാറ്റുകയാണ്. അവര് വെക്കില്ല, മറ്റുള്ളവരെ കൊണ്ട് വെക്കാനും സമ്മതിപ്പിക്കില്ല. അങ്ങനെ ഒരു തരം ബുദ്ധിമുട്ട് നമുക്കുണ്ട്. പിന്നത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ വെറ്റ് റോഡ്സിനെ പറ്റി അവർ സാങ്കേതികമായിട്ട് ഒരു പരിജ്ഞാനം ഇവർക്കില്ല. കാര്യം ഇതെല്ലാം ഡൽഹി ബേസ്ഡ് ഏജൻസികളാണ് സർവേ നടത്തുന്നത്, പുതിയ അലൈൻമെന്റ് ഫിക്സ് ചെയ്യുന്നത്. ഇതിന്റെ ക്യാമ്പറിങ്ങും മറ്റ് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ ഫിക്സ് ചെയ്യും. അവർ പലപ്പോഴും സൈറ്റ് ഇൻസ്പെക്ഷൻ നടത്താതാണ്. അത് ബഹുമാനപ്പെട്ട കേരള ഗതാഗത മന്ത്രി പറഞ്ഞത് വളരെ ശരിയാണ്. ഒരു സൈറ്റ് ഇൻസ്പെക്ഷൻ ചെയ്തിട്ട് മാത്രമാണ് നമ്മൾ അലൈൻമെന്റ് ഫിക്സ് ചെയ്യേണ്ടത്. പിന്നെ അത് കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ ഈ സീനിയർ ഓഫീസേഴ്സിന്റെ ഒരു സൂപ്പർവൈസറി ഈ സ്കോപ്പ് അവിടെ ഉണ്ടാകണം. ഒരു പൊതു മാനദണ്ഡം മാത്രമാണ് അവർ പാലിക്കുന്നത്. ആ പ്രദേശത്തിന്റെ ഒരു പ്രത്യേകത, സാഹചര്യങ്ങളൊന്നും കണക്കിലെടുക്കുന്നില്ല എന്നല്ലേ? എക്സാക്ട്ലി, യു സെഡ് ഇറ്റ്. അതേപോലെ തന്നെ കാനകളുടെ ഇഷ്യൂ. ഇപ്പൊ തന്നെ പലയിടത്തും മലനിരകളുടെ ഇടയിലൂടെ ആയിരിക്കും ഹൈവേ പോകുന്നത്. അപ്പൊ ആ മലനിരയിലെ കുത്തൊലിപ്പ് വന്നിട്ട് ഈ റോഡിന്റെ മുകളിൽ കൂടെ വെള്ളം ചാടി റോഡ് ഒരു പുഴ മാതിരി ആവുന്നുണ്ട്. അപ്പോ ഇപ്പൊ ഒരു എഞ്ചിനീയറിംഗ് എക്സ്പെർട്ട് എന്നുള്ളതിൽ ഞാൻ പറയുന്നത് ഈ മഴക്കാലത്ത് ആ റോഡിന്റെ അലൈൻമെന്റ് ഫിക്സ് ചെയ്യണം. അപ്പൊ അറിയാം എവിടുന്ന് വെള്ളത്തിന്റെ ചാട്ടം ഉണ്ടാവും, എങ്ങനെ അത് ഒരു കടന്നു പോകും എന്നൊക്കെയുള്ള കാര്യങ്ങൾ പഠനങ്ങൾ നടത്തണം. ഇപ്പൊ എല്ലാവരും കൂടുതൽ പണം ഉണ്ടാക്കാൻ നോക്കുകയാണ്. അപ്പോ എന്താ പറ്റുന്നത്? വേണ്ടത്ര സമയം അവർ ചെലവാക്കുന്നില്ല, വേണ്ടത്ര സ്റ്റഡീസ് ചെയ്യുന്നില്ല. അപ്പൊ ചെയ്യുന്ന സ്റ്റഡീസ് ഏതെങ്കിലും ഒരു ഏജൻസിയെ കൊണ്ട് ആരെങ്കിലും അവർ സബ് കോൺട്രാക്ട് കൊടുക്കും. ഇപ്പൊ തന്നെ എന്റെ നാട്ടില് നെടുമ്പാശ്ശേരിയില് കരിയാട് വളം എന്നും പറഞ്ഞ നോട്ടോറിയസ് കർവ് ഉണ്ടായിരുന്നു, വളവ്. അത് ആ വളവ് ഡിസൈൻ ചെയ്ത് ഒരു എഞ്ചിനീയറിംഗ് കോളേജിലെ കുറെ സ്റ്റുഡൻസ് ആണ്. അപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഒരു എസ്കാർവായിരുന്നു. അവിടെ 43 പേര് മരിച്ചതിന് ശേഷം അവസാനം ഒരു കന്യാസ്ത്രീ സിസ്റ്റർ മരിച്ചു ആക്സിഡന്റിൽ പെട്ടിട്ട്. അപ്പൊ സഭ, ഞങ്ങളുടെ ഇവിടുത്തെ പള്ളിക്കാരൊക്കെ ഉണ്ടെന്ന് എന്നെ വിളിച്ചുകൊണ്ട് പോയി. ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ റോഡ് ടോട്ടലായിട്ടൊരു വാർണിംഗ് കാർപ്പറ്റ് സിസ്റ്റം അവിടെ ലേ ചെയ്തു. അങ്ങനെ ഇപ്പോ അതിനുശേഷം ഒരു അപകടം പോലും ഉണ്ടായിട്ടില്ല. അത് ഇപ്പം തന്നെ നമ്മുടെ ഈ പറഞ്ഞ കുട്ടികൾ മരിച്ച സ്ഥലത്തെ MLA വളരെ വൃത്തിയായിട്ടാണ് അവർ മില്ലിങ് ചെയ്യിച്ചു. പക്ഷെ മില്ലിങ് ചെയ്ത് കഴിയുമ്പോൾ ചൂട്, അതായത് നമ്മുടെ സമ്മർ സീസണിൽ ആ മില്ലിങ്ങിലെ ഗ്രൂവ്സ് എല്ലാം അടഞ്ഞു പോകും. വീണ്ടും ചെയ്യണം. ആ മഴ തുടങ്ങുന്നതിന് മുമ്പേ ഒന്നുകൂടി ചെയ്യണം. അങ്ങനെ ഇതൊരു ഫ്രീക്വന്റ് ആയിട്ട് ചെയ്യേണ്ടതാണ് ടെമ്പററി ആയിട്ടുള്ള സൊല്യൂഷൻസ്. എന്താ പറഞ്ഞ ലോങ് ടൈം സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അവിടെ എലിവേറ്റ് ചെയ്ത് പോകണം, അല്ലെങ്കിൽ ഫ്ലൈ ഓവർ പണിയണം. അതൊക്കെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഉടമസ്ഥയിലുള്ള റോഡിനകത്ത് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള യാതൊരു സപ്പോർട്ടും നമുക്ക് കേരളത്തിന് കിട്ടുന്നില്ല എന്ന് തന്നെ പറയാം. ഓക്കെ, നമ്മൾ ഈ റോഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ ഇതിനിടയിൽ മറ്റൊരു പൊതു പ്രശ്നം എനിക്ക് അങ്ങയോട് ചോദിക്കാനുള്ളത്, ചെറിയ വാഹനങ്ങളുടെ അശ്രദ്ധ എന്ന് പറയുന്നത്, നമ്മൾ പലപ്പോഴും വാഹനങ്ങളുടെ അശ്രദ്ധ എന്ന് പറയുമ്പോൾ അതിൽ ബസ്, ലോറി, കാർ അടക്കമുള്ള കാര്യങ്ങളാണ്. ഓട്ടോറിക്ഷ പലപ്പോഴും ഒരു വലിയ പ്രശ്നമായി, ഈ അശാസ്ത്രീയമായ യു-ടേൺ അടക്കമുള്ള വിഷയങ്ങൾ വലിയ തോതിൽ ഈ അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. സ്കൂട്ടറും ബൈക്കും അടക്കമുള്ള വാഹനങ്ങൾ, ഇരുചക്ര വാഹനങ്ങളുടെ ഈ ലക്ഷ്യമില്ലാതെയുള്ള പരക്കം പാച്ചിൽ വലിയ തോതിൽ പ്രശ്നമാകുന്നുണ്ട്. പലപ്പോഴും ഇരുചക്ര വാഹനങ്ങൾ ഉണ്ടാകുന്ന അപകടങ്ങളുടെ ആഘാതങ്ങൾ വർദ്ധിക്കുന്നതിൻ്റെ ഒരു
ഒരു സാഹചര്യവും അത് തന്നെയാണ്. ഈ ചെറിയ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ, ഇത്തരമുള്ള റോഡുകളിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂടി. അതായത് ലോകത്ത് നിർമ്മിക്കപ്പെടുന്ന വാഹനങ്ങളുടെ എണ്ണം അതിൽ 1% മാത്രമാണ് ഇരുചക്ര വാഹനങ്ങൾ ഉള്ളത്. പക്ഷെ ലോകത്തുണ്ടാക്കുന്ന റോഡ് അപകടങ്ങളിൽ 20% ഇരുചക്ര വാഹനങ്ങളാണെന്നുള്ളത് പേടിപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. പ്രത്യേകിച്ച് ഇന്ത്യ മാതിരിയുള്ള രാജ്യങ്ങളിൽ ഇതൊരു കമ്മ്യൂട്ടർ ബൈക്കാണ് നമ്മൾ ശ്രീ രാജീവ് ഗാന്ധിയുടെ സമയത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. കമ്മ്യൂട്ടർ ബൈക്ക് എന്ന് വെച്ചാൽ ഒരു ഫാമിലിക്ക് ഒരേ ലെവലിലുള്ള സീറ്റിലിരുന്ന് 100 cc 7 bhp 70 കിലോമീറ്റർ മാക്സിമം സ്പീഡ്. അത് കഴിഞ്ഞിട്ട് ഈ വാഹന നിർമ്മാതാക്കൾ തമ്മിലുള്ള അൺഹെൽത്തി കോമ്പറ്റീഷൻ വന്നു കഴിഞ്ഞപ്പോൾ 100 cc 150 200 250 ഇപ്പൊ 1500 cc വരെ ആയി. അതിന്റെ അർത്ഥം യുവാക്കൾ കൂട്ടത്തോടെ ബൈക്ക് ആക്സിഡന്റ് മരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതിന്റെ സ്പീഡും കുതിരശക്തിയും കുറയ്ക്കാനായിട്ട് നമുക്ക് ഇന്ത്യക്ക് ഒരു സ്പെസിഫിക്കേഷൻ ഇല്ല. ഉദാഹരണത്തിന് ഞാൻ പറയാം കുറെ കൂടി ഡീറ്റെയിൽ ആയിട്ട്. നമ്മുടെ ഹൈവേകൾ അത് ഡിസൈൻ സ്പീഡ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് 100 കിലോമീറ്റർ പരിധി, അതാണ് അതിന്റെ മാക്സിമം റോഡ് അനുവദിക്കുന്ന വേഗത. പക്ഷെ നമ്മുടെ റോഡിലൂടെ ഓടുന്ന വാഹനങ്ങൾ 200 150 200 250 വരെ കുതിക്കാൻ പറ്റുന്ന കുതിരശക്തി അതിനുണ്ട്. അതിനെ തടയണമെങ്കിൽ ഇന്ത്യക്ക് സ്വന്തമായിട്ടൊരു ഇന്ത്യൻ സ്പെസിഫിക്കേഷൻസ് വേണം. ഇപ്പൊ നമുക്ക് സ്പെസിഫിക്കേഷൻസ് ഉള്ളത് അതിന്റെ പുകമലിനീകരണം, അതായത് ഭാരത് നോംസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. സ്പീഡ് നിയന്ത്രിക്കാനായിട്ട് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് പിടിപ്പിക്കുന്ന ഡിവൈസ് ആണ് സ്പീഡ് ഗവർണർ. അത് പലപ്പോഴും ആൾക്കാർ അത് എന്താ പറയുന്നത്, അത് ഇളക്കി മാറ്റിയോ തട്ടിപ്പ് കാണിച്ചോ വേഗത കൂട്ടും. കാര്യം ടൈം ഈസ് മണി. ഫോർ ടിപ്പർ ലോറിക്കാർക്കായാലും ബസ്സുകാർക്കായാലും ടൈം ഈസ് മണി. അപ്പൊ ഈ ചെറുവാഹനങ്ങളുടെ ഒരു നിയന്ത്രണം നമ്മൾക്ക് ഉണ്ടായേ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ AI ക്യാമറ ഘടിപ്പിച്ചു, അത് ഒരുപാട് ഗുണം ചെയ്തു. പക്ഷെ അത് നമുക്ക് പലയിടത്തും ഇനിയും വേണം. നമുക്ക് സത്യത്തിൽ ഇതിന് ഈ പരിഹാര മാർഗങ്ങൾക്ക് പെട്ടെന്നുള്ള തീരുമാനങ്ങൾ ഉണ്ടാവണം. അത് സത്യം പറഞ്ഞാൽ അതിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഒരു പ്രശ്നമല്ല. പക്ഷെ നമ്മളിപ്പോ ഒരു മനുഷ്യജീവന് ആവറേജ് കണക്ക് കൂട്ടുന്നത് 50 ലക്ഷം രൂപ തൊട്ട് പിന്നെ അത് 10 കോടിയോ 15 കോടിയൊക്കെ ലൈഫിന് വിലയുണ്ട്. അപ്പൊ 10 അപകടങ്ങൾ കുറച്ചാൽ എത്ര കോടി രൂപയുടെ ലാഭം ഉണ്ടായി. പക്ഷെ അതിന്റെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നിസ്സാരമായിരിക്കും. അങ്ങനെ പല പല കാര്യങ്ങൾ നമുക്ക് നമ്മുടെ സ്റ്റേറ്റിൽ ചെയ്യാനുണ്ട്. അതിനാണ് ഈ വിദഗ്ധന്മാരെ കൊണ്ട് അങ്ങനെ ഒരു കമ്മിറ്റി ഈ നാഷണൽ ലെവലിൽ ഉണ്ടാകണമെന്ന് പറഞ്ഞിട്ട് ഞാൻ 2013 അന്നത്തെ UPA ഗവൺമെന്റ് സമയത്ത് ഒരു ഓസ്കാർ ഫെർണാണ്ടസ് സാറിനെ ഡൽഹി പോയി കണ്ടിട്ട് പ്രപ്പോസൽ കൊടുത്തു. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. പക്ഷെ അതുമേ തൊട്ടില്ലപ്പോഴേക്കും ഗവൺമെന്റ് മാറി. പിന്നെ BJP ഗവൺമെന്റ് വന്നിട്ട് വീണ്ടും അവരെ സമ്മർദ്ദത്തിലാക്കി കഴിഞ്ഞപ്പോൾ 2022 നാഷണൽ റോഡ് സേഫ്റ്റി ബോർഡ് എന്ന് പറഞ്ഞൊരു ബോർഡ് രൂപീകരിച്ചു 2022. ഇപ്പൊ 24 ഡിസംബർ ആയിട്ട് പോലും അതിനൊരു ചെയർമാൻ ഇല്ല, അതിനകത്ത് മെമ്പേഴ്സ് ഇല്ല. അത് താളം തെറ്റി. അപ്പോ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ലോകത്ത് ഏറ്റവും കൂടുതൽ റോഡ് അപകട മരണമുള്ള സ്ഥലമാണ്. 7% നമ്മുടെ GDPയുടെ 7% റോഡ് അപകട കേസുകൾക്കും അതിന്റെ നഷ്ടപരിഹാരമായിട്ട് നമ്മുടെ ഖജനാവിൽ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കേരളത്തിനെ ഒരു മാതൃക റോഡ് സുരക്ഷാ സംസ്ഥാനമാക്കാൻ എനിക്ക് കഴിയും. അത് ബഹുമാനപ്പെട്ട സർക്കാർ എനിക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കിയാൽ ചെയ്യാൻ പറ്റും. തീർച്ചയായും. എന്തായാലും ആ നിലയിലുള്ള ശാസ്ത്രീയമായ മാർഗങ്ങൾ കൂടുതലായി അവലംബിക്കുന്നതിൻ്റെ ഒരു ആദ്യഘട്ടമൊക്കെ ആയിരിക്കാം ഇപ്പോൾ നടക്കുന്ന ഉന്നതതല യോഗങ്ങൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശ്രീ ഉപേന്ദ്രനാരായണൻ, നന്ദി. വളരെ വിശദമായി തന്നെ ശാസ്ത്രീയമായി തന്നെ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചതിന്. വളരെ പ്രധാനപ്പെട്ട 2 യോഗങ്ങൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ വർദ്ധിച്ചു വരുന്ന തുടർച്ചയായി ഉണ്ടാകുന്ന റോഡ് അപകടങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സംസ്ഥാനത്ത് ചേരാനിരിക്കുന്നത്. ഒന്ന് ഇന്ന് അല്പസമയത്തിനകമാണ്. അത് മോട്ടോർ വാഹന വകുപ്പിന്റെയും പോലീസിന്റെയും സംയുക്ത യോഗമാണ്. ക്രമസമാധാന ചുമതലയുള്ള ADGP, ഒപ്പം ഗതാഗത കമ്മീഷണർ, ജില്ലാ പോലീസ് മേധാവിമാർ അടക്കമുള്ളവർ ഈ ഒരു ചർച്ചയിൽ പങ്കെടുക്കും. നാളെ നടക്കുന്ന നിർണായകമായ മറ്റൊരു യോഗം അത് ഗതാഗത മന്ത്രി, ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരുമായി ചേർന്ന് നടത്തുന്ന യോഗമാണ്. നിരവധി വിഷയങ്ങളിലുള്ള സംയുക്ത പരിശോധനകൾ, അത് കുറച്ചുകൂടി കർശനമാക്കാനുള്ള ആലോചനകൾ, തുടർ തീരുമാനങ്ങളൊക്കെയും ഈ 2
യോഗങ്ങളിലും ഉണ്ടാകും എന്ന് വേണം മനസ്സിലാക്കാൻ. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് തടയാനുള്ള പരിശോധന അത് കർശനമായി നടക്കും. ഒപ്പം കരിമ്പ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ഗതാഗത മന്ത്രി സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വലിയ വാഹനങ്ങൾ സ്പീഡ് ഗവർണർ സംവിധാനം അത് ഉപയോഗിക്കാതെ തന്നെ വാഹനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അത് ഘടിപ്പിക്കാതെ വാഹനങ്ങൾ ഓടിക്കാനുള്ള ശ്രമം, രാത്രിയിലുള്ള അശ്രദ്ധമായ അലക്ഷ്യമായിട്ടുള്ള ഡ്രൈവിംഗ്, മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള ഡ്രൈവിംഗ്, ഇതടക്കമുള്ള നിരവധി വിഷയങ്ങളാണ്. ഉറങ്ങിപ്പോയി പലപ്പോഴും ഡ്രൈവർമാർ, അങ്ങനെ അപകടമുണ്ടാകുന്ന ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ ദിവസം നടന്ന സംഭവം അടക്കമുള്ള വിഷയങ്ങളിൽ ഒരു ത്വരിതഗതിയിൽ തിരക്കിട്ട ഒരു ശാശ്വത പരിഹാരം കാണുക എന്ന വലിയ ലക്ഷ്യമുണ്ട്. കാരണം പൊലിയുന്ന ജീവനുകൾ, റോഡിൽ പൊലിയുന്ന ജീവനുകളുടെ എണ്ണം എന്ന് പറയുന്നത് അങ്ങേയറ്റം പേടിപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ശ്രീ ഉപേന്ദ്രനാരായണൻ പറഞ്ഞതുപോലെ യുദ്ധസമാനമായ അന്തരീക്ഷം അത് റോഡിൽ നിരത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വശം എന്നാണ് ഈവനിംഗ് ഡിബേറ്റിൻ്റെ ആദ്യ ഭാഗത്തിൽ നമ്മൾ ഈ വിഷയം പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നതും. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്ത ഇന്ന് നമ്മൾ ഞെട്ടലോടെ കേട്ടത് അത് വയനാട്ടിൽ നിന്നാണ്. ആദിവാസി യുവാവിനെ വലിച്ചിഴച്ച സംഭവത്തിൽ അതിലേറ്റവും ഒടുവിലായി വന്നിരിക്കുന്ന വിവരം അത് പ്രതികൾ ഉപയോഗിച്ച കാർ കസ്റ്റഡിയിലെടുത്തു എന്നതാണ്. ഇന്നലെ വൈകിട്ട് നടന്ന സംഭവം ഇന്ന് രാവിലെയാണ്. വിനോദസഞ്ചാര കേന്ദ്രത്തിലെത്തിയ യുവാക്കളുമായി ബന്ധപ്പെട്ട് ആദിവാസി യുവാവിന്റെ കൈകളായിരുന്നു ആ ഡോറിൽ കുടുങ്ങി അത് 1/2 കിലോമീറ്റർ ദൂരത്തോളം വലിച്ചുകൊണ്ടു പോകുന്ന നടുക്കുന്ന ദൃശ്യങ്ങൾ, ക്രൂരതയുടെ അങ്ങേയറ്റത്തെ അവസ്ഥ അത് നമ്മൾ കണ്ടിരുന്നു. ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് കാണാം. പിന്നാലെ വരുന്ന വാഹനങ്ങൾ ഉൾപ്പെടെ പല കുറി നിർത്താൻ ആവശ്യപ്പെടുകയും അല്ലെങ്കിൽ ആ നിലയിൽ അത്രത്തോളം ഒരു മനുഷ്യജീവനാണ് അവിടെ കിടന്ന് പിടയുന്നത്. അത്രത്തോളം മോശമായ ഒരു സാഹചര്യം സൃഷ്ടിച്ചിട്ട് പോലും ആ പ്രതികൾ ആ വാഹനം 1/2 കിലോമീറ്റർ ദൂരത്തോളം ഓടിക്കുകയായിരുന്നു എന്നതാണ്. ക്രൂരമായി പ്രവൃത്തി വലിയ തോതിൽ നടക്കുന്നതാണ്. സമഗ്ര അന്വേഷണം അടക്കമുള്ള കാര്യങ്ങൾക്ക് ഉത്തരവിട്ടിട്ടുണ്ട് സർക്കാർ തലത്തിൽ. മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഈ വിഷയത്തിൽ പ്രതികരണം നേരത്തെ രേഖപ്പെടുത്തിയതും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ കാർ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പ്രതികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ കൂടുതലായി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഈ യുവാവിൻ്റെ നിരവധി പരിക്കുകളുണ്ട്. കൈക്കും കാലിനും അടക്കം പരിക്കിനെ തുടർന്നുള്ള ചികിത്സയിലായിരുന്നു അദ്ദേഹം. ഇപ്പോൾ ഈ കാർ ഉടമയുടെ ബന്ധു വീട്ടിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തതെന്നുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നു. കാർ ഉടമയുടെ സഹോദരൻ അർഷിദിനൊപ്പം 3 സുഹൃത്തുക്കളുമായിരുന്നു ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത് എന്നും പോലീസ് പറഞ്ഞു. വലിയ തോതിലുള്ള പ്രതിഷേധം കേരള സമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടാകുന്നുണ്ട്. ക്രൂരത, നടുക്കുന്ന ക്രൂരതയാണ്, മനസാക്ഷിയില്ലാത്ത ക്രൂരത തന്നെയാണ് സംഭവിച്ചത്. ഈ നിലയിൽ ഒരു മനുഷ്യനോടും പെരുമാറാൻ പാടില്ല എന്നുള്ള ആ ഒരു ബോധം, ഒരു തിരിച്ചറിവില്ലാത്ത ഒരു പറ്റം യുവാക്കളാണ് ഇന്ന് ഇത്തരത്തിൽ നടു റോഡിൽ ഈ ക്രൂരത കാണിച്ചതിൻ്റെ ദൃശ്യങ്ങൾ ഇന്ന് പുറത്തു വന്നത്. വലിയ തോതിലാണ് ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സമസ്ത മേഖലകളിൽ നിന്നും പ്രതിഷേധമുണ്ടാകുന്നത്. ഏറ്റവും തിരക്കിട്ട് തന്നെ ഇപ്പോൾ പ്രതികളിലേക്ക് എത്തുന്ന വളരെ നിർണായകമായ പ്രധാനപ്പെട്ട സൂചനകളൊക്കെയും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഒളിവിലാണിപ്പോൾ നിലവിൽ പ്രതികൾ ഉള്ളത് നമുക്കറിയാം. പ്രതികളിലേക്ക് എത്താനുള്ള ഏറ്റവും അവസാനത്തെ വഴികളിലൊക്കെയാണ് അവരുടെ ഏറ്റവും നിർണായകമായ വിവരങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. പ്രതികളെ കസ്റ്റഡിയിൽ എടുക്കാൻ വളരെ കുറച്ച് ദൂരം മാത്രമാണ് പോലീസിന് ബാക്കി. ആ നിലയിൽ വളരെ തിരക്കിട്ട ഇടപെടൽ തന്നെ വേണമെന്ന കർശന നിർദ്ദേശം അത് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും പോയിട്ടുണ്ടായിരുന്നു. വിട്ടുവീഴ്ചയില്ലാത്ത നടപടി ഈ സംഭവത്തിൽ പ്രതികൾക്കെതിരെ സ്വീകരിക്കണമെന്നതായിരുന്നു DGPക്ക്, ഉന്നത പോലീസ് മേധാവിക്ക് മുഖ്യമന്ത്രി നൽകിയ നിർദ്ദേശം. അതേപോലെ തന്നെ ഈ വിഷയത്തിൽ കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കാൻ മന്ത്രി OR കേളുവും വയനാട് ജില്ലാ പോലീസ് മേധാവിയോട് ആവശ്യപ്പെട്ടിരുന്നു. ഈ സംഭവത്തിൽ മാനന്തവാടി പോലീസാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. പ്രതികൾക്കെതിരെ വധശ്രമത്തിനാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വലിയ പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും ഈ ഘട്ടത്തിൽ ഉണ്ടാകുമ്പോൾ വയനാട്ടിലെ ആദിവാസി യുവാവിന് നേരെയുള്ള ആക്രമണത്തിൽ പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കുമെന്നതായിരുന്നു കെ രാധാകൃഷ്ണൻ എംപിയുടെ പ്രതികരണം. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാൻ പാടില്ല. വിനോദസഞ്ചാരികളിൽ ലഹരി ഉപയോഗങ്ങളും വർദ്ധിക്കുന്നുണ്ട്. സമൂഹം ഇത്തരം പ്രവണതകളെ നിരുത്സാഹപ്പെടുത്തണമെന്നും കെ രാധാകൃഷ്ണൻ എംപി പറഞ്ഞു. അത്തരം കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ആദിവാസി വിഭാഗത്തിൽപ്പെട്ടൊരു ചെറുപ്പക്കാരനെ ടൂറിസ്റ്റുകളായി വന്ന ആളുകൾ തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്ന് ആ യുവാവിനെ വലിച്ചിഴച്ച് കൊണ്ടുപോയ ഒരു ചിത്രമാണ് മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയും. അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ പോലും ചില ആക്സിഡൻ്റായിട്ട് ഇങ്ങനെ ചില സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അവരുടെ പേരിൽ ശക്തമായ നടപടി എടുക്കണം എന്ന് തന്നെയാണ്. അപ്പോൾ ഈ ടൂറിസ്റ്റുകളായിട്ട് പോകുന്ന ആളുകൾ സന്തോഷിക്കാൻ, ആഹ്ലാദിക്കാനാണ്.
അതിനിടയിൽ അമിതമായിട്ടുള്ള മദ്യപാനവും ഒക്കെ തന്നെ തർക്കങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നത് ശരിയായ നിലപാടല്ല. അപ്പോൾ പോകുന്ന ആളുകൾ കുറേ കൂടി ഡിസിപ്ലിൻ പാലിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയണം. അനൂപ് KR വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ വയനാട്ടിൽ നിന്നും ചേരുന്നുണ്ട്. അനൂപ്, കണ്ടു നിൽക്കാനാകാത്ത ദൃശ്യങ്ങളാണ്. വലിയ തോതിൽ ആ മനുഷ്യൻ വേദന അനുഭവിച്ചിരിക്കുകയാണ്. ഒരു കൂട്ടം ക്രൂരത കാണിച്ച മനുഷ്യർ, യുവാക്കളുടെ പ്രവൃത്തിയിലൂടെ. ആദ്യം അറിയേണ്ടത് അദ്ദേഹത്തിന്റെ ആരോഗ്യനില സംബന്ധിച്ചാണ്. രണ്ടാമത് പോലീസിന്റെ നടപടിക്രമങ്ങൾ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കാർ കണ്ടെത്തി എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. പ്രതികളിലേക്ക് എത്തിച്ചേരാനായിട്ടുണ്ടോ? ഈ കാലിനും കൈക്കുമാണ് അദ്ദേഹത്തിന് പരിക്കേറ്റിരിക്കുന്നത്. മാനന്തവാടി മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ അദ്ദേഹം ചികിത്സയിലാണ്. ഇപ്പോഴും ആ വലിച്ചു കൊണ്ടുപോയതിന്റെ ഒരു ആഘാതത്തിൽ, അല്ലെങ്കിൽ അത്രയും ദൂരം റോഡിലൂടെ ഒഴിഞ്ഞു പോയതിന്റെ ഒരു പരിക്കുകളാണ് അദ്ദേഹത്തിന് പ്രധാനമായും ഉള്ളത്. അതീവ ഗുരുതരമല്ലെങ്കിലും സാരമുള്ളതാണ് അദ്ദേഹത്തിന്റെ പരിക്കുകൾ. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ കാര്യം, ഇന്നലെ മുതൽ ഈ പ്രതികൾക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണത്തിലായിരുന്നു പോലീസ് ഉണ്ടായിരുന്നത്. കാർ കേന്ദ്രീകരിച്ച് നടത്തിയ ഒരു അന്വേഷണത്തിൽ ഇപ്പോൾ അതിനൊരു ഉത്തരവ് ലഭിച്ചിരിക്കുന്നു പോലീസിന്. അതായത് ഈ പ്രതികളെ പോലീസ് തിരിച്ചറിയിക്കുന്നു എന്നതോടൊപ്പം വാഹനവും കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു. ഇതിനകം ഹർഷിദ്, അതായത് കണിയാമ്പറ്റ സ്വദേശിയായിട്ടുള്ള ഹർഷിദ് ആണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത് എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. ഹർഷിദിന്റെ ജ്യേഷ്ഠന്റെ വാഹനമാണ് ഇത്. കഴിഞ്ഞ ദിവസം പെട്ടെന്ന് കൊണ്ടുവരാമെന്ന് പറഞ്ഞ് എടുത്തുകൊണ്ടുപോയ വാഹനമാണ് ഈ വിധത്തിൽ സംഭവങ്ങൾക്ക് ഇടയാക്കുന്നതിനുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നതാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. എന്തായാലും പ്രതികളെ കുറിച്ച് ഇപ്പോൾ വിവരമില്ല. അവർ ഒളിവിലാണ് എന്നാണ് പോലീസ് പറയുന്നത്. ഇവരുടെ ഫോൺ കോളുകൾ ഉൾപ്പെടെ സ്വിച്ച് ഓഫ് ആണ്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഡീറ്റെയിൽ തെളിവുകളും മറ്റുമെല്ലാം ശേഖരിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് രാവിലെ മുതൽ ഒരു ഊർജിതമായ അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. ഏതായാലും പോലീസ് ഈ വാഹനം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇവരുടെ വീട്ടിൽ തന്നെ, ബന്ധുവിന്റെ വീട്ടിൽ നിന്നാണ് ഈ വാഹനം കസ്റ്റഡിയിൽ എടുത്തത് എന്നാണ് പോലീസ് പറയുന്നത്. ഈ ബന്ധു അടക്കം മറ്റാരെയെങ്കിലും ഈ ചോദ്യം ചെയ്യലിന്റെ ഭാഗമായി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ആ നിലയിലുള്ള കൂടുതൽ ഈ പ്രതികളിലേക്ക് എത്താനുള്ള കൂടുതൽ മാർഗങ്ങൾ ഇപ്പോൾ പോലീസ് നോക്കുന്നുണ്ടോ? ബന്ധുക്കളുടെയും അതോടൊപ്പം സാക്ഷികളുടെയും അതുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളുടെയും പക്കൽ നിന്നും പോലീസ് മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇന്നലെ തന്നെ അത്തരത്തിലുള്ള പ്രാഥമികമായ നടപടിക്രമങ്ങളെല്ലാം പോലീസ് പൂർത്തിയാക്കിയിരുന്നതാണ്. ഏതായാലും വാഹനം കസ്റ്റഡിയിലെടുത്ത സാഹചര്യവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട്. ഇവർ ഒളിവിൽ താമസിക്കാനിടയുള്ള സ്ഥലങ്ങളെല്ലാം പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതോടൊപ്പം ഈ പ്രതിക്കൊപ്പം ഉണ്ടായിരുന്ന 3 പേരെ കുറിച്ചുള്ള അന്വേഷണത്തിലുമാണ് പോലീസ്. അത് ഇവരുടെ ഫോൺ ഒന്നും ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. ഇപ്പോൾ ഇവരെല്ലാം ഒളിവിലാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഏതായാലും ഇതിനാസ്പദമായ സംഭവം പോലീസ് വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് ഈ പ്രദേശത്ത് ഒരു ഡാമുണ്ട്. ആ ഡാമിന്റെ പരിസരത്ത് ഈ വിധത്തിൽ ആളുകളെല്ലാം കൂടിയിരിക്കുന്നത് പതിവാണ്. മാനന്തവാടി പുൽപ്പള്ളി വഴിയിലൂടെ പോകുന്ന കാർ യാത്രികർ ഉൾപ്പെടെ അല്ലെങ്കിൽ സഞ്ചാരികൾ ഉൾപ്പെടെ അവിടേക്ക് എത്തിപ്പെടാറും അവിടെ ഇരിക്കാറും എല്ലാം ഉണ്ട്. ഇത് ഇന്നലെ 2 സംഘങ്ങൾ തമ്മിലുള്ള ചെറിയ വാക്കേറ്റങ്ങൾക്കെല്ലാം കാരണമായിരുന്നു. അവർ 2 പേരും ഈ സ്ഥലം കാണാനെത്തിയവരായിരുന്നു. എന്നാൽ പിന്നീട് അത് നാട്ടുകാർക്ക് നേരെയും ഈ സ്വഭാവം അല്ലെങ്കിൽ ഈ വിധത്തിലുള്ള അക്രമം നീണ്ടു. നാട്ടുകാർ ചോദ്യം ചെയ്തു. ഈ ഉറക്കെ അസഭ്യം പറയുന്നതെല്ലാമാണ് നാട്ടുകാർ ചോദ്യം ചെയ്തത്. അതിൽ മാതനും, പ്രദേശത്തുകാരനായ മാതനും അതിൽ അവർക്കൊപ്പം നാട്ടുകാർക്കൊപ്പം അദ്ദേഹവും അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ കാർ ഈ വാക്കേറ്റത്തിന്റെയും കയ്യേറ്റത്തിന്റെയും എല്ലാം ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഈ യുവാക്കൾ കാർ എടുത്ത് മുന്നോട്ട് പോവുകയായിരുന്നു. അങ്ങനെ മുന്നോട്ട് എന്നാൽ അത് വകവെക്കാതെ അവർ വണ്ടി മുന്നോട്ട് കൊണ്ടുപോവുകയും കുറച്ച് ദൂരം അങ്ങോട്ട് പോവുകയും ചെയ്തു. അത് പിന്നാലെ എത്തിയ യാത്രികർ അതിന്റെ ഒരു വളരെ ദാരുണമായ ആ സംഭവം കണ്ട ദൃശ്യങ്ങൾ പകർത്തുകയായിരുന്നു. ഏതായാലും അതാണ് ഈ വാഹനത്തെക്കുറിച്ചും പ്രതികളെല്ലാം കുറിച്ചുള്ള ഒരു വിശദാംശങ്ങളിലേക്ക് എത്താൻ പോലീസിന് സഹായിച്ചുള്ളത്. ഏതായാലും ഇതാണ് പോലീസ് പറയുന്നത്. പോലീസ് പ്രതികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ അവർ എവിടെയാണെന്ന് സംബന്ധിച്ചുള്ള ഒരു പ്രാഥമിക വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്ന് വേണം നമുക്ക് ഇപ്പോഴും ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ. ഏതായാലും അങ്ങനെയെങ്കിൽ മാനന്തവാടി പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതികളെ അല്പസമയത്തിനകം എത്തിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കും. ഏതായാലും പോലീസിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. അനൂപ്, ഒരു നാടിന്റെ ഒന്നായുള്ള പ്രതിഷേധം ഈ ഒരു സംഭവത്തിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. അത്രത്തോളം നടക്കുന്ന ദൃശ്യങ്ങളാണ്. എന്തുമാത്രം വേദന ആ മനുഷ്യൻ സഹിച്ചിട്ടുണ്ടാകും ഇത്തരത്തിലുള്ള ക്രൂരമായ
പ്രവൃത്തിയിലൂടെ എന്നുള്ളതാണ് എല്ലാവരുടെയും മനസ്സിൽ നിൽക്കുന്നത്. മുഖ്യമന്ത്രി ആ നിലയിലുള്ള ഇടപെടൽ നടത്തിയിരിക്കുന്നു. മന്ത്രി OR കേളു അടക്കമുള്ള നിരവധി പേരുടെ പ്രതികരണങ്ങൾ നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും സമഗ്രമായ ഒരു അന്വേഷണം, ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത നടപടി എന്നുള്ള ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതിനടിസ്ഥാനത്തിൽ തന്നെ ഇപ്പോൾ അന്വേഷണം ദ്രുതഗതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. പ്രതികളിലേക്ക് ചുരുങ്ങിയ ഘട്ടത്തിൽ തന്നെ എത്തുന്നു. ഇപ്പോൾ നടക്കുന്ന ഈ ഒരു പ്രതിഷേധം ഈ സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നുള്ളവരുടെ പ്രതികരണത്തെക്കുറിച്ച് കൂടി പറഞ്ഞാൽ. ഇന്നലെ തന്നെ ഈ സംഭവം ഉണ്ടായ സാഹചര്യത്തിൽ തന്നെ പ്രദേശത്ത് പ്രതിഷേധങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് അല്പം വൈകിയതാണ്. അതിന്റെ ഗൗരവ സ്വഭാവം ഏത് വിധത്തിലായിരുന്നു എന്നത് മനസ്സിലാക്കാൻ വൈകിയത്. ഏതായാലും ആ ഒരു ദൃക്സാക്ഷികളുടെയും മറ്റും മൊഴികളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിന്റെ ഗൗരവം പോലീസിന് കഴിഞ്ഞ ദിവസം തന്നെ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ശക്തമായ അന്വേഷണം പോലീസുമായി ബന്ധപ്പെട്ട് നടത്തിയത്. ഏതായാലും ഈ വളരെ വലിയ പ്രതിഷേധങ്ങളാണ് ഈ സംഭവത്തിൽ ഉയരുന്നത്. പ്രത്യേകിച്ച് ഈ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് ആ മേഖലയെല്ലാം അവിടെ ആദിവാസി വിഭാഗങ്ങളെല്ലാം ഉള്ള സ്ഥലങ്ങളാണ്. ഇതൊരു വിനോദസഞ്ചാര കേന്ദ്രമൊന്നുമല്ല. പ്രധാനമായും അവിടെ ഈ വിധത്തിൽ ഒരു ചെക്ക് ഡാം ഉണ്ട്. ആ ചെക്ക് ഡാമിലേക്ക് കുളിക്കുന്നതിനും മറ്റും നാട്ടുകാരും ഒപ്പം അവിടേക്ക് എത്തുന്ന ഈ വിധത്തിലെത്തുന്ന സഞ്ചാരികളും എല്ലാം എത്താറുണ്ട്. നേരിയ തോതിലൊരു സംഘർഷം അല്ലെങ്കിൽ ചെറിയ വാക്കേറ്റമെല്ലാം പ്രാദേശിക അല്ലെങ്കിൽ ആ പ്രദേശത്തുള്ളവരുമായി ബന്ധപ്പെട്ട് അവിടെ നടക്കാറുണ്ട്. പക്ഷെ അതൊന്നും വലിയ ഗൗരവ സ്വഭാവമല്ല, ചെറിയ മറ്റുമായി അവശേഷിക്കുക. ശരി അനൂപ്, എന്തായാലും വലിയ തോതിൽ ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രതിഷേധവും പ്രതികരണങ്ങളും വിവിധ കോണുകളിൽ നിന്ന് നമ്മളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. കണ്ണില്ലാത്ത ക്രൂരത എന്ന നിലയിൽ തന്നെ നമുക്ക് പറയാനാകുന്ന, മനസാക്ഷിയില്ലാത്ത ഒരു കൂട്ടം മനുഷ്യരുടെ പ്രവൃത്തിയെ തന്നെയാണ് നമ്മൾ ഈവനിംഗ് ഡിബേറ്റിലും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ പ്രതികരണങ്ങൾ ഈ ഒരു വിഷയത്തിൽ ഉണ്ടാകും. അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ നമ്മൾ തേടും. ഇതിൽ സമഗ്രമായ ഒരു അന്വേഷണം, അടിയന്തരമായ ഇടപെടലൊക്കെയും ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. ഈ സംഭവത്തിന് ആധാരമായിട്ടുള്ള കാർ കണ്ടെത്തിയിട്ടുണ്ട്. പ്രതികളിലേക്ക് എത്താൻ ചുരുങ്ങിയ സമയം മാത്രമാണ് പോലീസിന് ബാക്കി എന്നുള്ളതും നമുക്ക് ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിന്റെ പശ്ചാത്തലത്തിൽ പറയാൻ കഴിയുന്നുണ്ട്. കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് കടക്കുമ്പോൾ ഇപ്പോൾ ആദിവാസി ക്ഷേമ സമിതി വയനാട് ജില്ലാ പ്രസിഡന്റ് ശ്രീ പ്രസാദ് നമുക്കൊപ്പം തത്സമയം ഈവനിംഗ് ഡിബേറ്റിൽ ചേരുന്നുണ്ട്. ശ്രീ പ്രസാദ്, എന്ത് പറഞ്ഞാണ് ഈ ഒരു അവസ്ഥയെക്കുറിച്ച് നമ്മൾ കൂടുതൽ വിവരിക്കേണ്ടത് എന്നറിയില്ല. അത്രത്തോളം വേദന ഒരു മനുഷ്യൻ അനുഭവിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ വലിയ തോതിലുള്ള ശാരീരികമായ വേദന, മാനസികമായ വിഷമം, ഒരു വലിയ അവഗണനയുടെ പശ്ചാത്തലമൊക്കെയും ഈ ഒരു ഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. വലിയ പ്രതിഷേധങ്ങൾ നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. എങ്ങനെ പ്രതികരിക്കുന്നു ആദ്യം? ഒരു മനുഷ്യനോട് ചെയ്യാൻ പാടില്ലാത്ത വലിയ ക്രൂരത തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. കാരണം പ്രത്യേകിച്ച് ഈ പട്ടികവർഗ വിഭാഗത്തിനെതിരെ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തില് അതിക്രമങ്ങൾ നടത്തുന്നതിന് ആളുകൾ അവസരം കിട്ടിയാൽ അത് ഉപയോഗിക്കുന്നു എന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഏതായാലും സർക്കാർ അതിന്റെ എന്താ പറയാ, ഈ വാർത്ത വന്ന് വിവരം പുറത്തു വന്നപ്പോൾ തന്നെ ഗവൺമെന്റ് വളരെ അടിയന്തരമായിട്ട് ഇടപെടുകയും പട്ടികവർഗ വകുപ്പ് മന്ത്രിയും അതുപോലെ മുഖ്യമന്ത്രിയും ഉൾപ്പെടെ പ്രതികരണം നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. ഏതായാലും വലിയ പ്രതിഷേധം നിലനിൽക്കുന്ന ഒരു വിഷയം തന്നെയാണ്, അല്ലെങ്കിൽ പ്രതിഷേധം നിലനിൽക്കേണ്ട വിഷയം തന്നെയാണ്. അതിനകത്ത് പട്ടികവർഗമെന്നോ അല്ലെങ്കിൽ പട്ടികജാതി എന്നൊന്നും കാണാതെ തന്നെ വയനാട്ടിലെ മനുഷ്യർ ഒന്നടങ്കം ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. അത് വളരെ അനീതി ഈ വയനാട് ജില്ലയിൽ പട്ടികവർഗക്കാർക്കെതിരെ ഉണ്ടാവാതിരിക്കാനുള്ള ഒരു ശ്രദ്ധ നമ്മുടെയൊക്കെ ഭാഗത്തു നിന്നും വളരെ ഗൗരവത്തിൽ ഉണ്ടാവേണ്ടതാണ് എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഒരു മനുഷ്യനോട് കാണിച്ച അനീതി എന്ന നിലയിൽ വേണം, ക്രൂരത എന്ന നിലയിൽ വേണം നമ്മൾ ഈ വിഷയത്തെ കാണാൻ എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത് പോലും. എങ്കിലും നമ്മളിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ആദിവാസി വിഭാഗത്തിൽപ്പെട്ട യുവാവാണ്. അദ്ദേഹത്തിന് അത്രത്തോളം വലിയ, വളരെ നിഷ്കളങ്കമായി രണ്ട് കൂട്ടർ തമ്മിൽ നടന്നിട്ടുള്ള ഒരു വാക്തർക്കത്തിനിടയിലേക്ക് അത് പരിഹരിക്കാൻ ചെന്നെത്തിയ ഒരു മനുഷ്യനാണ്. ഒരു മനുഷ്യസ്നേഹി എന്ന നിലയിൽ തന്നെ അദ്ദേഹത്തെ ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് അടയാളപ്പെടുത്താനും പറയാനും സാധിക്കും. അങ്ങനെയുള്ളൊരു മനുഷ്യനെ ഈ വിധം ക്രൂരമായി നടു റോഡിൽ വലിച്ചിഴയ്ക്കുന്ന ആ യുവാക്കളുടെ ഒരു മാനസിക നില, അല്ലെങ്കിൽ ആ ഒരു സ്ഥിതി ഒരുപക്ഷെ എന്തുകൊണ്ടായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക? പരിസരത്തെങ്ങും ആരുമില്ല എന്നൊരു ബോധ്യത്തിന്റെ പശ്ചാത്തലത്തിലൊക്കെ തന്നെയാണോ? അതെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഒരു മനുഷ്യനോട് ചെയ്യാൻ കഴിയാത്ത അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്ത തരത്തിലേക്കുള്ള വലിയ ക്രൂരതയാണത്. കാരണം ഇത് ഇത്തരത്തിൽ ഇവർ തമ്മിലുണ്ടായിട്ടുള്ള വാക്കേറ്റത്തിനിടയിൽ ഇദ്ദേഹം എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നത് സംബന്ധിച്ച് ഒന്ന് നോക്കാൻ ചെന്നു എന്നാണ് പറയുന്നത്. അത് അവർക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. രണ്ടാമത്തെ കാര്യം, ഇദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഒരു പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ്. ഇത്
ചോദിക്കാൻ നീ ആരടാ എന്ന തലത്തിൽ തന്നെയാണ് അവരുടെ ഇടപെടൽ നടന്നിട്ടുണ്ടാവുക. കാരണം ആ അവസരം ഇദ്ദേഹത്തിന്റെ ആ ചോദ്യം ഉൾപ്പെടെയുള്ള ആ അവസരത്തെ അവർ കൃത്യമായി ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ കൈ ഹാൻഡിലിൽ കുടുങ്ങുകയും അവിടുന്ന് കൈ ഉൾപ്പെടെ പിടിച്ച് വലിച്ച് 400 മീറ്ററോളം കൊണ്ടുപോയി എന്ന് പറയുന്നത് ഒരു മനുഷ്യനും ചെയ്യാൻ കഴിയില്ല അത്തരത്തിലേക്ക്. കാരണം ഒരാളെ ജീവനോടെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്ന തരത്തിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ഒരാൾക്കും ചെയ്യാൻ പാടില്ലാത്തതാണ്, ചെയ്യാൻ കഴിയാത്തതാണ്. പക്ഷെ ഇവർക്കത് ചെയ്യാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ മനസ്സ് ഇവരുടെ ഇടയിൽ ഇല്ല എന്ന് തന്നെയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇത്തരത്തിലുള്ള പരാക്രമങ്ങൾ അല്ലെങ്കിൽ അതിക്രമങ്ങളൊക്കെയും ഈ വിഭാഗത്തോട് ഇപ്പോഴും കാണിക്കുന്ന വലിയൊരു സംഖ്യം ജനങ്ങൾ, നമ്മൾ ഈ സാക്ഷരത എന്നൊക്കെ പറഞ്ഞ് ഊറ്റം കൊള്ളുന്നതിനിടയിലും അത്തരത്തിലുള്ള പ്രവൃത്തികളൊക്കെയും ഈ സാധാരണക്കാരായ മനുഷ്യർക്കുമേൽ കാണിക്കുന്ന വിഭാഗം ഇപ്പോഴും ഉണ്ട് എന്ന സംഭവങ്ങൾക്ക് ഇതൊരു തെളിവായി മാറുകയല്ലേ ശ്രീ പ്രസാദ്? തീർച്ചയായും. കാരണം നമ്മള് സാക്ഷരത കേരളമാണ് എന്നൊക്കെ പറയുമ്പോഴും പട്ടികവർഗ വിഭാഗം എന്ന് പറയുന്നത് ഇപ്പോഴും മനുഷ്യനാണോ എന്ന ചിന്തയിൽ നടക്കുന്ന കുറേയേറെ ജനങ്ങളുണ്ട്. ഇന്ന് കേരളത്തിലായതുകൊണ്ടാണ് ഇത്രയും കുറവ്. കാരണം കേരളത്തിൽ നമുക്കറിയാം ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കേരളത്തിലെ മുഖ്യമന്ത്രി പോലും വളരെ ഉടനടി അതിനെതിരെ പ്രതികരിക്കുകയും കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാവണം, പോലീസിന്റെ ഭാഗത്ത് വളരെ ജാഗ്രത ഉണ്ടാവണമെന്ന് പ്രതികരിക്കുന്ന തരത്തിലേക്ക് ഒരു ഇടപെടൽ നടന്നിട്ടുണ്ട്. അത് വളരെ പോസിറ്റീവായ കാര്യമാണ്. അത്തരത്തിൽ ഒരു സംഗതികൾ നിലനിൽക്കുന്ന കേരളത്തിൽ പോലും ഇത്തരം അനീതികൾ ഉണ്ടാവുക എന്ന് പറയുന്നത് കേരളത്തിന്റെ സാക്ഷരതാ മനസ്സിനെ ആ ഒരു മനോഭാവത്തിൽ പട്ടികവർഗ വിഭാഗം അല്ലെങ്കിൽ മനുഷ്യനായി കാണാൻ കഴിയില്ല എന്നൊരു മനോഭാവത്തിനകത്ത് മാറ്റം വന്നിട്ടില്ല എന്നുള്ളതിന്റെ തെളിവാണ്. ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. നമുക്കറിയാം ഇപ്പോ നിരന്തരം മറ്റു സംസ്ഥാനങ്ങളിൽ നടക്കുന്നത് പോലുള്ള വലിയ അക്രമങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ കേരളത്തിനകത്ത് നടക്കുന്നില്ല. അത് കുറെയൊക്കെ നമുക്ക് ഈ പറയുന്ന പട്ടികവർഗ വിഭാഗത്തോട് മറ്റു മനുഷ്യർ കാണിക്കുന്ന അല്ലെങ്കിൽ ഇടപെടുന്ന രീതിയുടെയൊക്കെ ഭാഗവും അതോടൊപ്പം ഈ കേരളത്തിലെ നിയമവ്യവസ്ഥ ഇത്തരത്തിലൊരു അനീതി ഉണ്ടായാൽ അത് വളരെ സുശക്തമായ ആ നിയമവ്യവസ്ഥയിലൂടെ ശിക്ഷിക്കപ്പെടും എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആളുകൾ അത് ചെയ്യാതിരിക്കുന്നത്. പക്ഷെ ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഇത് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഖേദകരമായിട്ടുള്ള കാര്യമാണ്. ഈ കേരളം പോലൊരു സാക്ഷരത കേരളത്തിനകത്ത് ഇത്തരത്തിൽ സംഗതികൾ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. പക്ഷെ നിർഭാഗ്യവശാൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് വളരെ ഖേദകരമായ കാര്യമാണ്. ത്തിന്റെ പശ്ചാത്തലത്തിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു മനുഷ്യന് നേരെ പോലും ഇത്തരത്തിലുള്ള ഒരു ക്രൂരതയോ ഒരു കണ്ണോ ഒരു നോട്ടമോ പോലും അങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദിവാസി ക്ഷേമ സമിതിയുടെ ഭാഗത്തു നിന്നും ആ നിലയിലുള്ള ആവശ്യങ്ങളടക്കം ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ പറഞ്ഞതുപോലെ നിയമമടക്കം വളരെ കർശനമായി പാലിക്കുന്ന ഓരോ സാധാരണക്കാരായ മനുഷ്യരും ആയിരിക്കണം മറ്റുള്ളവർ എന്ന ഒരു ബോധം നൽകിക്കൊണ്ടുള്ള ഇടപെടൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് എങ്ങനെയായിരിക്കും? നമ്മൾ ഈ പൊതുബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് പട്ടികവർഗക്കാർക്കാണ് പരിശീലനം കൊടുക്കുക. കാരണം നമ്മൾ ഈ പൊതുസമൂഹത്തോട് ഇടപെടുന്നതിന് വേണ്ടിയും വികസനം എന്ന് പറയുന്ന കാഴ്ചപ്പാടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയും പൊതുസമൂഹം ഇന്ന രീതിയിലൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പട്ടികവർഗ വിഭാഗത്തിനാണ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ചെയ്യുന്നത്. പക്ഷേ ചെയ്യേണ്ടത് പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരിന്നതുപോലെയാണ് ജീവിക്കുന്നതെന്നും ഇന്ന പോലൊരു ദുർബല വിഭാഗം അല്ലെങ്കിൽ പാവപ്പെട്ട വിഭാഗം ഈ ഭൂമിയിൽ ഉണ്ട് എന്നതിനെ സംബന്ധിച്ചിടത്തോളം ഈ പട്ടികവർഗ വിഭാഗത്തിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള അതിക്രമങ്ങളോ കാര്യങ്ങളോ നടന്നിട്ടുണ്ടെങ്കിൽ അതിന് വലിയ രീതിയിലുള്ള നിയമ നടപടികൾ നേരിടേണ്ടി വരും എന്നത് സംബന്ധിച്ച് പൊതുജനത്തെ കൃത്യമായി ബോധിപ്പിക്കേണ്ടതുണ്ട്. ആ ഒരു ബോധവൽക്കരണമാണ് നമ്മൾ കൊടുക്കേണ്ടത്. ശരി, എന്നാലും നന്ദി ശ്രീ പ്രസാദ് ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ആദിവാസി ക്ഷേമ സമിതിയുടെ വയനാട് ജില്ലാ പ്രസിഡന്റാണ് അദ്ദേഹം. സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ വിഭാഗം പൊതുസമൂഹത്തിനോടുള്ള അല്ലെങ്കിൽ ഇടപെടൽ അടക്കമുള്ള കാര്യങ്ങളിൽ നിരവധിയായിട്ടുള്ള ട്രെയിനിങ്ങുകളും അങ്ങനെയുള്ള ഇടപെടലും ഒക്കെയും ഈ പട്ടികവർഗ വിഭാഗത്തിനൊക്കെ നമ്മൾ നൽകുമ്പോൾ യഥാർത്ഥത്തിൽ അത് ആർക്കാണ് നൽകേണ്ടത്, ഏത് നിലയിലാണ് ഇത്തരത്തിലുള്ള നിയമങ്ങൾ കൂടുതൽ ഫലപ്രദമായി ഉപയോഗിക്കേണ്ടത്, ഓരോ മനുഷ്യനും സാക്ഷരത കേരളം എന്ന് നമ്മൾ ഊറ്റം കൊള്ളുമ്പോഴും ഓരോ മനുഷ്യനും എങ്ങനെയാണ് മറ്റുള്ളവരോട് പ്രത്യേകിച്ച് ആദിവാസികളടക്കമുള്ള ജനവിഭാഗങ്ങളോട് നമ്മൾ പ്രതികരിക്കേണ്ടത്, ഇടപെടേണ്ടത്, ഏതൊരു മനുഷ്യനോടും ഒരിക്കലും ആരും കാണിക്കാൻ പാടില്ലാത്ത ക്രൂരതയുടെ ദൃശ്യങ്ങളൊക്കെയും നമ്മൾ ഈ ഘട്ടത്തിൽ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. എന്തായാലും അദ്ദേഹം പറഞ്ഞതുപോലെ ഏറ്റവും തിരക്കിട്ട ഒരു ഇടപെടൽ അത് സർക്കാർ സംവിധാനത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി, മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നടക്കം അങ്ങനെയുള്ളൊരു ഇടപെടൽ വേണം. നിയമത്തിന്റെ വഴിയിൽ എല്ലാ സാധ്യമായിട്ടുള്ള ശിക്ഷ
ശിക്ഷയും ആ പ്രതികൾക്ക് വാങ്ങി നൽകണം എന്നുള്ള ആവശ്യം പൊതുസമൂഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അങ്ങനെ തന്നെയാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഈ പ്രതികളെ കണ്ടെത്താനുള്ള ശ്രമങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് എന്ന് പറയുന്നത് വലിയ പ്രതീക്ഷയാണ്. എന്തായാലും അദ്ദേഹത്തിന് ഈ അപകടത്തിൽ, ഈ ഒരു സംഭവത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ തുടരുകയാണ്. മാതൻ കൈക്കും കാലിനുമാണ് പരിക്കേറ്റത്. വലിയ തോതിലുള്ള പ്രതിഷേധം ഈ ഒരു സംഭവത്തിൽ ഉണ്ടാകുമ്പോഴും അദ്ദേഹത്തെ ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ ചേർത്തു പിടിക്കുന്ന ഒരു ഘട്ടമാണ്. അങ്ങനെയുള്ള പ്രതികരണങ്ങളും മറുഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ഈവനിംഗ് ഡിബേറ്റിൽ നമ്മൾ രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇന്ന് പരിശോധിച്ചതിന് ഒപ്പം തന്നെ ദേശീയ തലത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അത് സംഭലിൽ നടക്കുന്ന ബുൾഡോസർ രാജാണ്. ക്ഷേത്രത്തിന് സമീപത്തുള്ള കിണറിൽ നിന്നും പുരാതന വിഗ്രഹങ്ങൾ കണ്ടെത്തി എന്നാണ് ഇപ്പോൾ ഉത്തർപ്രദേശ് പോലീസ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കണ്ടെത്തിയ ക്ഷേത്രത്തിൽ പൂജകളും ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം ഷാഹി മസ്ജിദിന് സമീപത്തെ ബുൾഡോസർ രാജ് ഇപ്പോഴും തുടരുന്ന നടപടിയാണ് സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കയ്യേറ്റം ആരോപിച്ച് വീടുകളുടെയും മസ്ജിദുകളുടെയും മുൻവശങ്ങൾ ബുൾഡോസർ ഉപയോഗിച്ച് കഴിഞ്ഞ ദിവസമാണ് പൊളിച്ചു തുടങ്ങിയത്. ഷാഹി മസ്ജിദ് പരിസരത്തെ കയ്യേറ്റവും അനധികൃത വൈദ്യുതി കണക്ഷനും ആരോപിച്ചാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിന്റെയും പോലീസിന്റെയും നടപടി. യഥാർത്ഥത്തിൽ അടിച്ചമർത്തൽ നടപടി തന്നെയാണ് അവിടുത്തെ സാധാരണക്കാരായ മനുഷ്യർക്ക് നേരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന വലിയ വിമർശനം അത് ദേശീയ തലത്തിൽ പ്രതിപക്ഷത്തിന്റെ അടക്കം ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഘട്ടമാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഈ നിലയിലുള്ള വിവരങ്ങൾ കൂടി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മുൻകൂട്ടി യാതൊരു അറിയിപ്പില്ല, ഒരു നോട്ടീസും ഇല്ലാതെയാണ് പൊളിച്ചു നീക്കലുകൾ നടക്കുന്നത്. ഈ വിഷയത്തിൽ പ്രദേശവാസികളും വലിയ തോതിൽ പ്രതിഷേധിക്കുന്നുണ്ട്. ന്യൂനപക്ഷങ്ങൾക്ക് മേൽ കടന്നു കയറാനുള്ള BJPയുടെ തന്ത്രമാണിതെന്ന ആരോപണവുമായി പ്രതിപക്ഷവും ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി അബ്ദുൾ റഷീദ് അല്പസമയത്തിനകം നമുക്കൊപ്പം ചേരും. എന്തായാലും നേരത്തെ നമുക്കറിയാം, സംഭലിൽ പുറത്തുനിന്ന് ഒരാൾക്ക് പോലും കടക്കാൻ കഴിയാത്ത നിലയിലുള്ള നിയമത്തിന്റെ സഹായം ഉപയോഗിച്ചുകൊണ്ടുള്ള വലിയ ഏർപ്പാടുകൾ അത് സർക്കാർ ചെയ്യുന്നുണ്ടായിരുന്നു. പോലീസിനെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള വലിയ നടപടിക്രമങ്ങളൊക്കെയും അവിടെ നടത്താനുള്ള നീക്കങ്ങൾ ഉണ്ടായിരുന്നു. ആ ജനങ്ങൾക്കൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ആ പ്രതിഷേധത്തിന്റെ ഭാഗമാകാനുള്ള പ്രതിപക്ഷ നീക്കങ്ങളെ അടക്കം അടിച്ചമർത്തുന്ന ശ്രമങ്ങളും നമ്മൾ കണ്ടതാണ്. റഷീദ് ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി ചേരുമ്പോൾ, റഷീദ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പറയുന്ന കാര്യം എന്ന് പറയുന്നത് അവിടെ തൊട്ടടുത്തുള്ള അവിടെ ക്ഷേത്രത്തിന് സമീപത്തുള്ള കിണറ്റിൽ നിന്നും പുരാതന വിഗ്രഹങ്ങൾ കണ്ടെത്തി എന്നതാണ്. ഈ നിലയിലുള്ള പല വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ബുൾഡോസർ രാജ് തുടർന്ന് നടപ്പാക്കാൻ, അതും അവിടുത്തെ ചുറ്റുപാടുമുള്ള ജനങ്ങളുടെ യാതൊരു വിധമായ അനുമതിയോ അല്ലെങ്കിൽ അവർക്കൊരു നോട്ടീസോ ഒരു മുൻകൂട്ടിയുള്ള യാതൊരു വിധമായ അറിയിപ്പോ ഇല്ലാതെ ഈ വിധത്തിൽ അവരുടെ നടപടിക്രമങ്ങൾ തുടരാനുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാവ്യ, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. സമ്പൽ സർവേക്ക് ശേഷം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് മേൽ വലിയ രീതിയിലുള്ള ആക്രമണം തുടരുക തന്നെയാണ് യോഗി ആദിത്യനാഥ് സർക്കാരും ഒപ്പം ഉത്തർപ്രദേശ് പോലീസും. ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തരത്തിൽ വലിയ രീതിയിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗങ്ങളിലുള്ള ആളുകളുടെ വീടുകളിൽ വലിയ രീതിയിൽ റെയ്ഡ്, പ്രത്യേകിച്ചും വൈദ്യുതി മോഷണം ആരോപിച്ചുകൊണ്ട്, അനധികൃത കയ്യേറ്റം ആരോപിച്ചുകൊണ്ട് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള റെയ്ഡുകളൊക്കെ തന്നെയും ഉത്തർപ്രദേശ് പോലീസും ഒപ്പം ജില്ലാ ഭരണകൂടവും നടത്തിയത്. ഈ റെയ്ഡിനിടെയാണ് ഇത്തരത്തിൽ 46 വർഷത്തിന് മുമ്പ് അടച്ചുപൂട്ടിയ ഒരു പുരാതന ക്ഷേത്രം, ഒരു ശിവക്ഷേത്രം കണ്ടെത്തുകയും അതിനകത്ത് പൂജകളൊക്കെ തന്നെയും ആരംഭിക്കുകയും ചെയ്തത്. ഈ പൂജയ്ക്ക് അടക്കം ഈ വലിയ രീതിയിൽ പിന്തുണ നൽകുന്ന ഒരു സമീപനമാണ് ഉത്തർപ്രദേശ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഒപ്പം ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇത് വലിയ രീതിയിൽ സംഭലിൽ കോലിളക്കം സൃഷ്ടിച്ചിട്ടുണ്ട്. കാരണം സംഭൽ എന്ന് പറയുന്നത് ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഒരുപാട് തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ്. ഈ പ്രദേശത്ത് പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗങ്ങളുള്ള ഒരുപാട് പേരുണ്ട്. ഇവർക്കിടയിൽ വലിയ രീതിയിൽ വിദ്വേഷം പടർത്തി സമുദായങ്ങൾ തമ്മിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ഒരു ശ്രമമാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധവും ഉയർന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും സമാജ്വാദി പാർട്ടി നേതാക്കളും കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇതിനോടൊപ്പം ഉയർത്തിയിട്ടുണ്ട്. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കിക്കൊണ്ട് അവർക്ക് മേലൊരു അധികാരം സൃഷ്ടിക്കാൻ, ആധിപത്യം ഉണ്ടാക്കാനുള്ള ശ്രമം തന്നെയാണ് BJP യോഗി ആദിത്യനാഥ് പ്രത്യേകിച്ചും സംഭലിൽ നടപ്പാക്കുന്നത് എന്നതാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെയും ഉന്നയിക്കുന്നത്. എന്തായാലും ഈ സമാജ്വാദി പാർട്ടി നേതാക്കളുടെ വീടുകൾക്കും ഇത്തരത്തിൽ അനധികൃത കയ്യേറ്റം ആരോപിച്ചുകൊണ്ട് ജില്ലാ ഭരണകൂടം നോട്ടീസ് നൽകിയിട്ടുണ്ട്. എന്തായാലും വലിയ തോതിൽ അങ്ങനെ ഒരു അടിച്ചമർത്തലിന്റെ സ്വഭാവമാണ് പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഉത്തർപ്രദേശ് സർക്കാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സംഭൽ വിഷയത്തിൽ ഇപ്പോൾ നടക്കുന്ന ഈ നിലയിലുള്ള പ്രവൃത്തികളിൽ വലിയ തോതിലുള്ള പ്രതിഷേധം ദേശീയ തലത്തിലും പാർലമെന്റിൽ അടക്കം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ വാർത്തയോടുകൂടി ഈവനിംഗ് ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാവുകയാണ്.